الحمد لله نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون قال الله عز وجل يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا ولا تكلنا إلى تدبير أنفسنا فالنفس تعجز عن إصلاح ما فسدا أنت العليم وقد وجهت يا أملي إلى رجائك وجها سائلا ويدا وللرجاء ثواب أنت تعلمه واجعل ثوابي دوام الستر لي أبدا وما توفيقي إلا بالله عليه توكلت وإليه أنيب രക്ഷിതാക്കളെ, ഉമ്മപങ്ങന്മാരെ, സഹോദരന്മാരെ, നാം മനുഷ്യരുടെ മഹത്വവും മനുഷ്യർക്ക് മലക്കുകളെക്കാൾ അള്ളാഹു കനിഞ്ഞേകിയ പദവിയും സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വച്ചത്. ഇതിനപവാദമായി വിശുദ്ധ ഖുർആനിലുടനീളം മനുഷ്യനെ അഭിശപ്തവനും തരം താണവനും ഏറ്റവും അധപ്പതിച്ചവനും വിവരം കെട്ടവനും വളരെ വലിയ അപരാധിയുമൊക്കെയായി വിവരിക്കുന്നുണ്ടെന്നും നാം പറഞ്ഞു വച്ചു. മനുഷ്യന്റെ മഹത്വം അവന്റെ ഏറ്റവും സുന്ദരമായ ആകാരവും അവന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടതു തന്നെ എന്ന് വിവരിക്കുന്ന വത്തീൻ സൂറത്തിലെ ആയത്തിന്റെ തുടർച്ചയായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വത്തിന് വിരുദ്ധമായി, അവന്റെ സ്ഥാനത്തിന് നിരക്കാത്തതായി, അവൻ ഏറ്റവും തരം താണ ജീവിയായി വിവരിക്കുന്ന ഭാഗമുണ്ട്. ثم رددناه أسفل سافلين. മനുഷ്യനെ ഏറ്റവും സുന്ദരമായ മെച്ചപ്പെട്ട ആകാരത്തിലും സൃഷ്ടിപ്പിലും രൂപത്തിലുമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിലും പിന്നീട് നാം മനുഷ്യനെ തരം താണവരിൽ തരം താണവനാക്കി, ഏറ്റവും താണവൻ, ഏറ്റവും അധപ്പതിച്ചവൻ, ഏറ്റവും അധമനാക്കി എന്ന്. ഈ അധമനാക്കി എന്നതിൻ്റെ താല്പര്യം ബഹുമാന്യരായ മുഫസ്സിറുകളിൽ നിന്ന്, സ്വഹാബികളിൽ നിന്ന്, താബിഉകളിൽ നിന്ന് രണ്ട് വിധത്തിലാണ് തഫ്സീർ ചെയ്ത് കാണുന്നത്. വിശുദ്ധ ഖുർആനിനെ തഫ്സീറും മുഫസ്സിറുകളുടെ വിവരണവും വച്ചല്ലാതെ നമുക്ക് പഠിക്കുവാൻ നിവൃത്തിയില്ല.
സ്വഹാബികളുടെയും താബിഈകളുടെയും പ്രഗത്ഭരായ മുഹഖിഖുകളായ മുഫസ്സിറുകളുടെയും തഫ്സീർ പ്രകാരം രണ്ട് വിധത്തിൽ ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നുണ്ട്. ثم رددناه أسفل سافلين, മനുഷ്യനെ നാം ഏറ്റവും താണവരിൽ താണവരാക്കി എന്നതിൻ്റെ അർത്ഥം മഹത്വമുള്ള മനുഷ്യനെ തന്നെ അവൻ്റെ എല്ലാ പദവികളോടും സ്ഥാനങ്ങളോടുമൊപ്പം അവൻ്റെ സവിശേഷ ബുദ്ധിയോടൊപ്പം അവൻ്റെ എല്ലാവിധ സിദ്ധികളോടുമൊപ്പം കൂടപ്പിറപ്പായി അതിനൊപ്പം തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്ന വിപരീതമായ ഒരു മുഖം, ഒരു തലം വിവരിക്കുകയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അൻ-നഖഈ റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ളവർ പറയുന്നു. അവർ പറയുന്നത് മനുഷ്യനെ ഏറ്റവും തരംതാണവനും ഏറ്റവും താഴ്ന്നവനുമാക്കി എന്നതിൻ്റെ ഉദ്ദേശ്യം മനുഷ്യനെ അവൻ്റെ വയസ്സിൻ്റെ വളരെ മോശപ്പെട്ട പതിതാവസ്ഥയിലേക്കും വാർദ്ധക്യ സഹജമായ ദൗർബല്യങ്ങളിലേക്കും നാം ആക്കി എന്നാണ്. ഇതാണെങ്കിൽ ഏറ്റവും വിശ്വാസികളുമല്ലാത്ത ആളുകൾക്കൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മനുഷ്യന്റെ വാർദ്ധക്യം കൊണ്ട് വന്നെത്തുന്ന ദൗർബല്യം, ബുദ്ധിക്കും അങ്ങലേൽക്കും, സിദ്ധികൾക്കൊക്കെ ക്ഷയം സംഭവിക്കും. മനുഷ്യന്റെ ആകാരത്തിനും മനുഷ്യന്റെ രൂപത്തിനും സൗന്ദര്യത്തിനും മാറ്റം വരും. മനുഷ്യൻ എന്തൊക്കെയാണോ പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെങ്കിൽ അതിനൊക്കെയും കുറവ് വരുന്ന ഒരവസ്ഥ വാർദ്ധക്യത്തിന്റെ ദൗർബല്യാവസ്ഥ, അർദലുൽ ഉമർ. ഇതിന്റെ പാരമ്യത്തിലെത്തിയാൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നത് വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലകൈ ലാ യഅലമ ബഅദ ഇൽമി ശൈആ. മനുഷ്യനായി ജനിക്കുമ്പോൾ, പിറക്കുമ്പോൾ ഒരു വിവരവുമില്ലാത്തതുപോലെ, ഒരു ഇൽമുമില്ലാത്തതുപോലെ മറ്റെല്ലാ ജീവികളിൽ വെച്ചും മെച്ചപ്പെട്ട മനുഷ്യൻ, എല്ലാവരെക്കാളും സുന്ദരനായ മനുഷ്യൻ, എല്ലാവരെയും നിയന്ത്രിക്കുന്ന മനുഷ്യൻ, ഭൂമിയിൽ ആധിപത്യമുള്ള മനുഷ്യൻ, ഒന്നും വിവരമില്ലാത്ത ഒന്നും അറിയാത്ത ശിശുവായി ജനിക്കുന്നത് പോലെ പിന്നീട് അവൻ അറിവ് നേടി വലിയ ആളായി, വലിയ പണ്ഡിതനായി, വിജ്ഞനായി, വിദ്വാനായി മാറിക്കഴിഞ്ഞാലും അവന്റെ ആദ്യത്തെ ശൈശവാവസ്ഥയിലുള്ള ആ വിവരമില്ലാത്ത, ബോധമില്ലാത്ത, വകതിരിവില്ലാത്ത അവസ്ഥയിലെത്തുക എന്നതാണ് അർദലുൽ ഉമറിലേക്ക് എത്തിക്കപ്പെടുക എന്നതിനർത്ഥം. ഇതെല്ലാവർക്കും സംഭവിക്കുന്നില്ല. മനുഷ്യരിൽ ഒരു കൂട്ടം ആളുകൾക്ക്. ഈ കൂട്ടം ആളുകളെ ചിന്തിപ്പിക്കാനും പഠിപ്പിക്കാനും മനുഷ്യന് മൊത്തമായി ആലോചിക്കാനും വേണ്ടി അല്ലാഹു തആല വെക്കുന്നതാണെന്ന് പ്രത്യേകം ഈ ആയത്തിൽ കൂട്ടിപ്പറഞ്ഞതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഈ അവസ്ഥയിൽ നിന്നും വിശ്വാസികളും സത്കർമ്മികളുമായിട്ടുള്ള ആളുകൾ ഒഴിവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നുണ്ട്. വിശ്വാസികളും സത്കർമ്മികളുമായിട്ടുള്ള ആളുകൾ ഒഴിവാണെന്നാൽ അവർക്ക് ഇത്തരം ഒരവസ്ഥ വരില്ലെന്നോ? അതെ, വരില്ലെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്നത്. ശരിയായ വിശ്വാസികളും സത്കർമ്മങ്ങൾ മുഴുവൻ ചെയ്തവരുമായ നല്ല ഭക്തന്മാരായ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസികൾക്ക് ഇത്തരം പതിതാവസ്ഥ, വാർദ്ധക്യത്തിന്റെ ദൗർബല്യങ്ങളിലേക്കും വിവരവും വകതിരിവുമില്ലാത്ത ഒരവസ്ഥയിലേക്കും ചെന്നെത്തുന്ന ആ പരിണതി ഒരിക്കലും നല്ല വിശ്വാസികൾക്ക്, പ്രത്യേകം ചിന്തയുള്ള വിശ്വാസികൾക്ക് എത്തുകയില്ല എന്ന് അല്ലാഹു തആല തുടർന്ന് പറയുന്നുവെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു തഫ്സീർ. മഹാനർ വിവരിക്കുന്നു, മൻ ഖറഅൽ ഖുർആന ലം യുറദ്ദ ഇലാ അർദലിൽ ഉമർ. വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി സത്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്ന ഒരാൾ അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യാത്ത അവസ്ഥ വരികയില്ലല്ലോ. അവന് നമസ്കരിക്കേണ്ടതുണ്ട്. നമസ്കാരത്തിൽ തീർച്ചയായും അവൻ അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യും. ദിനചര്യ എന്ന നിലക്ക് അവൻ അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യും. സത്കർമ്മങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ജീവിതത്തിന്റെ വിവിധ വേളകളിൽ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ടതുണ്ട്, വിറുതുകളായി ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ലം യുറദ്ദ ഇലാ അർദലിൽ ഉമർ, അയാൾക്ക് ഈ വകതിരിവില്ലാത്ത ദുർബലാവസ്ഥ ഒരിക്കലും വരികയില്ല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണമെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടാതെ പറയുന്ന കാര്യമല്ല. ബുദ്ധിക്ക് പ്രവേശനമില്ലാത്ത, ചിന്തക്കും ഗവേഷണത്തിനും പഴുതില്ലാത്ത വിഷയമാണിത്. ഇത്തരം കാര്യം സഹാബിമാർ പറഞ്ഞാൽ
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് കിട്ടിയതനുസരിച്ച് പറയുന്ന വിവരമാണിത്. ഈ നിലക്കു തന്നെയാണ് വിശ്വാസികളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് എന്നൊരു പക്ഷം. എന്നാൽ അനവധി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവർ, നിരന്തരമായി ആഴ്ചകളിലോ മാസങ്ങളിലോ ഖതം തീർത്തുകൊണ്ടിരിക്കുന്നവർ തന്നെ ചിലപ്പോൾ വാർദ്ധക്യ സഹജമായ ദൗർബല്യങ്ങളിലും വകതിരിവില്ലായ്മയിലും ആളുകൾ കളിയാക്കുകയും മക്കൾ തമാശയാക്കുകയും ഭാര്യമാർ കൊച്ചാക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലും എത്തുന്നത് നമ്മുടെ കാഴ്ചയിലും അനുഭവത്തിലുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി എന്ന വാക്കിന്റെ ഉദ്ദേശ്യം ഈ അവസ്ഥ അവർക്ക് വരികയില്ല എന്നല്ല, മറിച്ച് ഈ അവസ്ഥയിൽ സംഭവിക്കുന്നതായ ക്ഷീണമെന്താണോ, കുറവെന്താണോ, ന്യൂനത എന്താണോ, പരലോകത്തേക്ക് അവർക്ക് സംഭവിക്കുന്നതായ താഴ്ച എന്താണോ, അത് ഈ വിശ്വാസികളും സത്കർമ്മികളുമായിട്ടുള്ള ആളുകളെ ബാധിക്കുകയില്ല എന്നാണെന്ന് നല്ലൊരു ശതമാനം മുഫസ്സിറുകൾ വിശദമായി വിവരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അർദുൽ ഉമറിലേക്ക് എത്തിച്ചാൽ, പതിതാവസ്ഥയിലേക്ക് എത്തിച്ചാൽ എന്തുണ്ടാകും? നിസ്കരിക്കാൻ കഴിയില്ല, ദിക്റിന് പറ്റില്ല, പറയുന്നതിന് അന്തമുണ്ടാകില്ല, ബോധത്തോടുകൂടെ ചിന്തയോടുകൂടെ അമല് ചെയ്യാൻ കഴിയില്ല, ശരിക്കും ഉദുവെടുക്കാൻ കഴിയില്ല. അത്തരം അവസ്ഥയിലേക്ക് മടക്കുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എങ്ങാനും സംഭവിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ദൗർബല്യം ഇതാണല്ലോ. ഇത്തരം ദുർബലാവസ്ഥ ആയുഷ്കാലത്തിന്, നല്ല കാലത്ത്, ആരോഗ്യകാലത്ത്, യൗവനകാലത്ത് നല്ല നിലക്ക് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, സത്യസന്ധമായി വിശ്വസിച്ചുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സംഭവിക്കാൻ വയ്യ. ഈ അവസ്ഥയിൽ തന്നെ അവർക്ക് അമലില്ലാത്ത അവസ്ഥ വരില്ല, അധമാവസ്ഥ വരില്ല, കർമ്മമില്ലാത്ത അവസ്ഥ വരില്ല, ഖുർആനില്ലാത്ത അവസ്ഥ വരില്ല. എങ്ങനെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു തഫ്സീർ, അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ട് മഹാനർ പറയുന്നു, ഫഅയ്യുമാ റജുലിൻ കാന യഅമലു അമലൻ സ്വാലിഹാ വഹുവ ഖവിയ്യുൻ ശാബ് ഫഅജസ അൻഹു ജറാ ലഹു അജ്റു ദാലികൽ അമലി ഹത്താ യമൂത്ത്. നല്ല കാലത്ത് സത്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച മനുഷ്യൻ, യൗവനകാലത്ത് നല്ലവനായി ജീവിച്ച മനുഷ്യൻ, പറ്റുമ്പോൾ അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ആരോഗ്യകാലത്ത് ജീവിച്ച മനുഷ്യൻ, ആരോഗ്യം ക്ഷയിച്ച് വൃദ്ധനാകുമ്പോൾ പണ്ട് നിസ്കരിച്ചിരുന്ന, തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന ആൾ, ളുഹാ നിസ്കരിച്ചിരുന്ന ആൾ, ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് മുൻപും പിൻപുമുള്ള റവാത്തിബ് സുന്നത്തുകൾ കൃത്യമായി നിർവഹിച്ചിരുന്ന ആൾ, പരിശുദ്ധ ഖുർആൻ ഓതിയിരുന്ന ആൾ, നോമ്പനുഷ്ഠിച്ചിരുന്ന ആൾ, ഇതുപോലത്തെ കർമ്മങ്ങളൊക്കെയും നല്ല പോലെ ചെയ്തുകൊണ്ടിരുന്ന ആൾ, നല്ല കാലത്ത് അയാൾ നല്ല നിലക്ക് ജീവിച്ചിരുന്നെങ്കിൽ കഴിവുകേടിന്റെ കാലത്തും ദൗർബല്യത്തിന്റെ കാലത്തും പ്രവർത്തിക്കാതെ തന്നെ, അധ്വാനിക്കാതെ തന്നെ, അമൽ ചെയ്യാതെ തന്നെ അയാളുടെ നല്ല കാലത്തെ അമലിന്റെ തോതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് വേണ്ടി നന്മകൾ രേഖപ്പെടുത്തുകയും സത്ക്രമങ്ങൾ ചെയ്ത ആളായി അയാളെ പരിഗണിച്ചുകൊണ്ട് റിക്കാർഡിൽ അദ്ദേഹത്തെ അങ്ങനെ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നവർ വിശദീകരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുമാകും വിശ്വാസികളായിട്ടുള്ള ആളുകളെ അസ്ഫല സാഫിലീൻ, അധമരിൽ അധമരാക്കി നാം മാറ്റുമ്പോൾ, പ്രായാധിക്യം കൊണ്ട് അവശരാകുമ്പോൾ, പ്രായാധിക്യം കൊണ്ട് കർമ്മം മുടങ്ങുമ്പോൾ, ആ മുടങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, നല്ല വിശ്വാസമുള്ളവരും സത്കർമ്മികളുമായിട്ടുള്ള ആളുകൾ ഇതിൽ നിന്നൊഴിവാൻ. ഇങ്ങനെയെങ്കിൽ ഈ ആയത്തിൽ ഈ ഭാഗം പറഞ്ഞതിന്റെ വിവക്ഷിത എന്ത്? മനുഷ്യൻ നല്ല ചൊവ്വായ സൃഷ്ടിപ്പിലാണ്, മനുഷ്യന്റെ ആകാരം സുന്ദരമാണ്, മനുഷ്യന്റെ സിദ്ധികൾ വളരെ സമ്പൂർണമാണ്, മനുഷ്യന്റെ ബുദ്ധിയാണെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ടതും മറ്റു ജീവികൾക്കൊന്നും ഇല്ലാത്ത സവിശേഷതയാണ്. ഇതെല്ലാം അല്ലാഹു തആല ഫീ അഹ്സനി തഖ്വീം എന്നതിൽ ഉൾക്കൊള്ളിച്ചതിന്റെ ശേഷം ഹുമ്മറദനാഹു അസ്ഫല സാഫിലീൻ, ഇങ്ങനെയുള്ള മനുഷ്യന് തന്നെ ദുർബലാവസ്ഥയും പതിതാവസ്ഥയും വന്നെത്തും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഏറ്റവും വിശിഷ്ടമായ ബുദ്ധിയും അറിവും, ഏറ്റവും വിശിഷ്ടമായ സിദ്ധികൾ, കൈകാലുകളുടെ സിദ്ധികൾ, കാതിന്റെ കേൾവി, കണ്ണിന്റെ കാഴ്ച, ബുദ്ധിയുടെ വകതിരിവ്, ബുദ്ധിയുടെ തിളക്കം, ബുദ്ധിയുടെ പെട്ടെന്നുള്ള ഗ്രഹണശേഷി, കാര്യങ്ങൾ ഓർമ്മിക്കുവാനുള്ള ഓർമ്മശക്തി, ഇതൊക്കെയും ക്ഷയിക്കുന്ന അവസ്ഥയും മനുഷ്യനുണ്ട്. ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലും മനുഷ്യനെത്തും, ദുർബലാവസ്ഥയും മനുഷ്യനുണ്ട് എന്നുണർത്തുവാൻ തന്നെ. മഹാനായ അബുൽ ആലിയ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആന്റെ തഫ്സീറിൽ പലപ്പോഴും ഉദ്ധരിക്കുന്ന വിദ്വാനും വിജ്ഞനും താബിഈ പണ്ഡിതനുമാണ് അബുൽ ആലിയ റളിയല്ലാഹു അൻഹു.
മഹാനായ അബുൽ ആലിയത്തിന്റെ തഫ്സീർ പ്രകാരം ഇതല്ല അദ്ദേഹം പറയുന്നത്. വാർദ്ധക്യത്തിന്റെ സഹജമായ ദൗർബല്യമല്ല, യൗവനത്തിന്റെ തിടുക്കമുള്ള ആൾക്കും വലിയ വിജ്ഞനും വിദ്വാനുമായ പണ്ഡിതനും നല്ല സക്രമിയായിട്ടുള്ള ഭക്തനും ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും എല്ലാവർക്കുമുള്ള അധമത്വവും താഴ്ചയുമാണ് എന്നതുകൊണ്ട് ഉദ്ദേശ്യമെന്നാണ് മഹാനായ അബുൽ ആലി റളിയല്ലാഹു അൻഹു തഫ്സീർ ചെയ്യുന്നത്. നമ്മളിതൊക്കെ ഘട്ടം ഘട്ടമായി മനുഷ്യനുമായി ബന്ധപ്പെട്ട പാഠത്തിൽ പഠിക്കുമ്പോൾ നമ്മെക്കുറിച്ച പാഠമാണിത്. നമ്മെക്കുറിച്ച് പഠിക്കാൻ അല്ലാഹു തആല നൽകിയിട്ടുള്ള പാഠങ്ങൾ, നമുക്ക് അല്ലാഹു തആല നൽകിയ എല്ലാ സിദ്ധികളും സവിശേഷതകളും സ്ഥാനമാനങ്ങളും മഹത്വങ്ങളും മലക്കുകളെക്കാൾ ഉന്നതമായ സ്ഥാനങ്ങളും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ അമ്പിയാക്കളെന്ന അതിവിശിഷ്ടരായ അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് പോലുമുള്ള ദൗർബല്യമാണ് അസ്ഫല സാഫിലീൻ എന്ന വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അബുൽ ആലിയ അദ്ദേഹം പറയുന്നു. ബി അൻ ജഅലഹു മംലൂഅൻ ഖദറ മശ്ഫൂനൻ നജാസതൻ വഅഖ്റജഹാ അലാ ളാഹിരിഹി ഇഖ്റാജൻ മുൻകറൻ അലാ വജ്ഹിൽ ഇഖ്തിയാരി താറ വഅലാ വജ്ഹിൽ ഗലബത്തി ഉഖ്റാ ഹത്താ ഇദാ ശാഹദ ദാലിക മിൻ അംരിഹി റജഅ ഇലാ ഖദരിഹി. ഇത് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തു മഹത്വമുള്ള മനുഷ്യനും എത്ര അത്ഭുതമുള്ള മനുഷ്യനും മുഅ്ജിസത്തുള്ള നബിയും കറാമത്തുള്ള വലിയും അർശിലേക്ക് നോക്കിയാൽ അർശ് കാണുന്നയാളും ലൗഹുൽ മഹ്ഫൂദിലെ വിവരങ്ങൾ അറിയുന്ന ഔലിയായും അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരും ഒക്കെയാകട്ടെ അവരുടെ ശരീരത്തിൽ അവരുടെ ഉന്നതിയോടും ബഹുമതിയോടും സ്ഥാനമാനത്തോടും ഒപ്പം അവർക്ക് ദൗർബല്യമുണ്ട്. ഈ ദൗർബല്യം എല്ലാവർക്കുമുണ്ട്. ആ ദൗർബല്യമാവട്ടെ ഏറ്റവും വൃത്തികെട്ട താഴ്ച. ദമ്പിയാക്കന്മാരെ ഉദ്ദേശിച്ച് ഞാൻ ഉപയോഗിക്കുന്ന വാക്കല്ല, അത് അതപകേടായി പോകും. മനുഷ്യന്റെ അവസ്ഥ ചിന്തിക്കുമ്പോൾ മൊത്തത്തിൽ മനുഷ്യവർഗത്തിന് എല്ലാവിധ മഹത്വങ്ങളോടും ഒപ്പമുള്ള താഴ്ച. ഈ താഴ്ച എന്ത്? അവന്റെ ഉള്ള് മഹാമലിനമാണ്. മനുഷ്യന്റെ ഒരു പേടകമാണല്ലോ, ഇതിന്റെ ഉള്ള് മഹാമോശം, മ്ലേച്ഛമായ വസ്തുക്കൾ. മൂക്കിന്റെ ഉള്ളു നോക്കട്ടെ, മ്ലേച്ഛമാണ്. കൈകാലുകൾ മടങ്ങി നിൽക്കുന്നിടത്ത് നോക്കട്ടെ, മ്ലേച്ഛമാണ്. കാലിന്റെ തുടകൾ മടങ്ങി നിൽക്കുന്നിടത്ത് നോക്കട്ടെ, മ്ലേച്ഛമാണ്. എവിടെയൊക്കെ കൂടി നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ മ്ലേച്ഛമാണ്. കാതിന്റെ ഉള്ളു നോക്കട്ടെ, ചെപ്പി മ്ലേച്ഛമാണ്. മനുഷ്യന്റെ ഉദരത്തിന്റെ ഉള്ളാവട്ടെ മഹാമോശം, മശ്ഫൂനൻ നജാസ, നജസ് നിറക്കപ്പെട്ടിരിക്കുകയാണ്. മഹാനായ ശുജായി മൊയ്ദി മുസ്ലിയാരുടെ സഫലമാലയിൽ സാധാരണ ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാചകമുണ്ട്: പൊട്ടാനി മുൻ തുള്ളി പിൻ ചോര കട്ട, പിൻ ഇന്ന് കാട്ടം ചുമന്നോരു കൊട്ട. നീ പണ്ടൊരു തുള്ളിയാണ്, പൊട്ടാനി മുൻ തുള്ളി പിൻ ചോരക്കട്ട, പിന്നെ ചോരക്കട്ടയാണ്. ഈ അവസ്ഥയിൽ നിന്ന് സുന്ദരമായൊരു മനുഷ്യനായി നീ മാറിയാൽ തന്നെ ഇന്ന് കാട്ടം ചുമന്നൊരു കൊട്ട, കാട്ടം ചുമന്ന കൊട്ടയല്ലേ നീ എന്ന്. നിന്റെ ഉള്ളിൽ കീറി നോക്കിയാൽ എന്ത് കിട്ടും? നിന്റെ ഉള്ളിൽ നിറയെ നജസാണ്. അത് പുറത്തേക്ക് വന്നാൽ നേസോടുകൂടെ നിസ്കരിക്കുന്ന നിസ്കാരം പറ്റില്ല. അകത്തായതുകൊണ്ടാണ് നേസിന്റെ വിധിയില്ലാത്തത്. പുറത്തോട്ട് വന്നാൽ അത് മലിനമാണ്. ആ മലിനമായ വസ്തുക്കൾ, മൂത്രം, മലം, ഛർദിച്ചാൽ വരുന്ന ദഹിക്കാത്ത അവശിഷ്ടങ്ങൾ, വളരെ മോശപ്പെട്ടവ, അതാകട്ടെ ഏതു മനുഷ്യനും പുറത്തു വരികയും ചെയ്യുന്നു. പുറത്തു വരാതെ ജീവിക്കാൻ കഴിയില്ലോ? പുറത്തു വരാതെ ജീവിക്കാൻ മനുഷ്യനാവില്ല. ചിലർക്ക് വൈകും. ദിവസങ്ങൾ കുറെ കഴിഞ്ഞിട്ട് നിർവഹിക്കുന്നവർക്ക് ഉണ്ടാവും പ്രാഥമിക കർമ്മങ്ങൾ. സാധാരണഗതിയിൽ മനുഷ്യന് നിത്യേന നിർവഹിക്കും. അതെങ്ങനെയാ? അവന്റെ ഏറ്റവും ശുദ്ധമായ പിടിക്കുന്ന കൈകൾ കൊണ്ട് തന്നെ കഴുകേണ്ട വിധത്തിൽ പുറത്തേക്ക് അല്ലാഹു തആല വിസർജിപ്പിക്കുന്നു. ഇതൊരു മോശമായ അവസ്ഥയല്ലേ? ഈ അവസ്ഥയൊന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ എത്ര മഹത്വവും എത്ര വലിയ സ്ഥാനവും എത്ര വലുപ്പവുമുള്ളതോടുകൂടെ തന്നെ ആ വലുപ്പം കൊണ്ടോ മഹത്വം കൊണ്ടോ പദവി കൊണ്ടോ ബുദ്ധി കൊണ്ടോ സിദ്ധികൾ കൊണ്ടോ നീ അഹങ്കരിക്കണ്ട. അതുകൊണ്ട് നീ മനുഷ്യത്വത്തിന്റെ തലത്തിൽ നിന്ന് വിട്ടുയരുകയില്ല, മാനുഷിക നിലവാരത്തിൽ നിന്ന് പൊന്താൻ കഴിയില്ല. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബാണെന്ന് അഹങ്കരിച്ചവൻ മനുഷ്യനാണ്. അങ്ങനെ അഹങ്കരിക്കാൻ മനുഷ്യനാവില്ല. ഖാല അന ഉഹ്യി വ ഉമീത്, അല്ലാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമെന്ന് അഹങ്കരിച്ചവനും മനുഷ്യനാണ് നമ്രൂദ്, ഇബ്രാഹിം നബിയുടെ പ്രതിയോഗി. അന റബ്ബുക്കുമുൽ അഅ്ലാ എന്നത് ഫിർഔൻ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രതിയോഗി. ഇത്തരക്കാരൊക്കെ അഹങ്കരിച്ചത് റബ്ബിന്റെ സ്ഥാനവും ദൈവത്തിന്റെ സ്ഥാനവും സത്യദൈവത്തിന്റെ പദവിയുമാണ്, മഹാദൈവത്തിന്റെ പദവി.
ഈ പദവിയിലേക്കൊന്നും വലിയാനോ ഈ പദവിയിലേക്കൊന്നും അഹങ്കരിക്കാനോ ഈ പദവിയിലേക്ക് അസ്ഥാനത്ത് ഉയർത്തിക്കാട്ടാനോ മനുഷ്യനെ പറ്റില്ല. ക്രിസ്ത്യാനികളാവട്ടെ, ഈസാ നബി അലൈഹിസ്സലാം അവരുടെ അത്ഭുത കൃത്യങ്ങൾ കൊണ്ട് ദൈവപുത്രൻ എന്ന പദവിയിലേക്ക് ഈസാ നബി അലൈഹിസ്സലാമിനെ ഉയർത്തുന്നു. ജൂതന്മാരാകട്ടെ, അവരിൽ ഏറ്റവും ഉയർന്ന ഒരു വലിയ വേദപണ്ഡിതനുണ്ടായിരുന്നു ഉസൈർ, അദ്ദേഹത്തെ ദൈവത്തിന്റെ പുത്രൻ എന്ന പദവിയിലേക്ക് ഉയർത്തുന്നു. ഇതൊക്കെ മനുഷ്യന്മാരാണ്. മലം ചുമക്കുന്നവർ, കാട്ടം ചുമക്കുന്നവർ, മൂത്രം ചുമക്കുന്നവർ, നിത്യേന ആ മൂത്രവും കാഷ്ടവും ഒക്കെ പുറത്തു വന്നിട്ട് സ്വന്തം കൈകൊണ്ട് തന്നെ കഴുകുന്നവർ, സ്വന്തം കൈകൊണ്ട് തന്നെ മോശപ്പെട്ട രീതിയിൽ അല്ലാഹു പുറത്ത് കാണിച്ചിട്ട് കഴുകിയിട്ട് ആ കയ്യുമായാ നമ്മൾ നടക്കുന്നത്. നീ എത്ര വലുതായാലും ഈ അവസ്ഥയിലുള്ള ഒരു താഴ്ച മനുഷ്യൻ എന്ന നിലക്ക് ശാരീരികമായി നിന്റെ ശരീരത്തിന്റെ ഭാഗമായ ഈ താഴ്ച നിനക്ക് കൂടെപ്പിറപ്പാണ്, ഇതൊഴിവാക്കാൻ പറ്റില്ല എന്ന് മനുഷ്യനെ ഉണർത്താനാണ് എന്ന് വിവരിച്ചതെന്ന്. അങ്ങനെയെങ്കിൽ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി എന്നത് മനുഷ്യന്റെ ഈ താഴ്ച ബാധിക്കുന്നവരിൽ നിന്ന് നേരിട്ട് പുറത്താക്കുന്നതല്ല. മറ്റൊരു കാര്യം പറയുകയാണ് വിശേഷിച്ച്. ഇങ്ങനെയൊക്കെ താഴ്ചയുണ്ടെങ്കിലും ഈ താഴ്ചയുടെ പരിഗണനയില്ലാതെ ഏറ്റവും ഉയർന്നവരായും മഹത്വമുള്ളവരായും മഹത്വത്തിന്റെ എല്ലാ സത്ഫലങ്ങളും നേടുന്നവരുമായിരിക്കും സത്യവിശ്വാസികളും സത്ക്രമികളും എന്ന് ഇല്ലല്ലദീന ആമനു എന്ന ഭാവം കൊണ്ടുണർത്തുന്നുവെന്ന് വെക്കേണ്ടി വരും. ഈ ആയത്തിന് മറ്റൊരു തഫ്സീർ, ഇതാണ് നമ്മുടെ വിവരവും. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കുന്നത് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട മഹാൻ പറയുന്നു, ثم رددناه أسفل سافلين എന്നതിനർത്ഥം മനുഷ്യനെ തരം കെട്ടവരിൽ തരം കെട്ടവരും അധമരിൽ അധമനുമാക്കിയിട്ട് നരകത്തിലേക്ക് തള്ളും, നരകത്തിന്റെ വിറകാക്കി മാറ്റും എന്നാണെന്ന്. വഴികെട്ട മൃഗം, വഴികെട്ട പിശാച്ച്, വഴികെട്ട വൃത്തികെട്ടവൻ നരകത്തിലേക്ക് പന്നിയുടെ രൂപത്തിൽ കൊണ്ടുപോകുമെന്ന് അബുൽ ആലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് മറ്റൊരു തഫ്സീർ, ഫീ സൂറത്തി ഖിൻസീർ, പന്നിയുടെ രൂപത്തിൽ ഏറ്റവും വൃത്തികെട്ടവനായി നരകത്തിലേക്ക് കൊണ്ടുപോകും മനുഷ്യനെ എന്ന്. അങ്ങനെയാണ് ഈ ആയത്തിന്റെ തഫ്സീറെങ്കിൽ ഈ തഫ്സീർ പ്രകാരം ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ എന്ന വാക്യം ഈ ആയത്തിലെ പാഠത്തിൽ മനുഷ്യന്റെ മഹത്വം കളഞ്ഞുകുളിക്കുന്ന, മനുഷ്യന്റെ പദവികൾ കളഞ്ഞുകുളിക്കുന്ന, മനുഷ്യൻ എന്ന നിലക്ക് അല്ലാഹു നൽകിയ ആദരവുകൾ ഗൗനിക്കാത്ത, അതിനെയെല്ലാം ഇകഴ്ത്തിക്കളയുന്ന തോന്നിവാസങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവിശ്വാസി, ദുഷ്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന തമ്മാടി, ഇത്തരക്കാരായ ആളുകൾ അള്ളാഹു നൽകിയ മഹത്വം കളഞ്ഞു കുളിച്ചിട്ട് അവർ അധമരാകുന്നു എന്നുണർത്തിത്തരുകയാണ് ഈ ആയത്തിലെ പാഠം എന്ന് മനസ്സിലാക്കാം. ഈ പാഠം പ്രകാരം മനുഷ്യൻ താഴുന്നത് അള്ളാഹു പറയുന്നു അസ്ഫല സാഫിൽ. അസ്ഫല സാഫിൽ, ഏറ്റവും മോശപ്പെട്ട തരം താണവൻ. സാഫിലി എന്ന് പറഞ്ഞാലും സാഫിൽ എന്ന് പറഞ്ഞാലും ഒക്കെ അർത്ഥം തന്നെ. അസ്ഫല സാഫിൽ, ഏറ്റവും അധമൻ. ഏറ്റവും അധമൻ എന്ന് പറഞ്ഞാൽ പന്നി ഇവനേക്കാൾ മുന്തിയതാണ്, പട്ടി ഇവനേക്കാൾ മുന്തിയതാണ്, അള്ളാഹു പടച്ച മറ്റെന്തും ഇവനേക്കാൾ മുന്തിയതാണ്, മൃഗങ്ങളെക്കാൾ ഇവൻ തരം താണവൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. ഈ അധമത്വം ഏറ്റവും പരിതാപകരവും മൃഗത്തെക്കാൾ തരം താണതുമായിട്ട് മാറും. മൃഗത്തെക്കാൾ മനുഷ്യൻ തരം താഴും, അതെല്ലാവരും നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. പക്ഷെ ചിന്തിക്കുകയും പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണോ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ പറ്റുക. സ്വയം നമ്മെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ മൃഗത്തെക്കാൾ തരം താഴ്ന്നവനാണെന്ന് ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആളുകളെ സംബന്ധിച്ച് ഖുർആനിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. മനുഷ്യനെ അല്ലാഹു തആല ജിന്നുകളെയും അല്ലാഹു തആല പറയുന്നു നരകത്തിനു വേണ്ടി മാത്രം നാം സൃഷ്ടിച്ചിട്ടുണ്ട്. പാടു ജിന്നുകളെ, ഒരുപാട് മനുഷ്യരെ. ഒരുപാട് എന്ന് പറഞ്ഞാൽ മനുഷ്യരിലെ ഭൂരിപക്ഷവും അങ്ങനെയാണ്, ജിന്നിലെ ബഹുഭൂരിപക്ഷവും അങ്ങനെയാണ്. നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചവർ, അവരെ പറ്റി അല്ലാഹു വിവരിക്കുന്നത് എങ്ങനെ? അവർക്ക് മനസ്സുണ്ട്, കൽബുണ്ട്, ഹാർട്ടുണ്ട്, പക്ഷേ ചിന്തിക്കേണ്ടത്, പഠിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത് അറിയില്ല, ചിന്തിക്കില്ല. കണ്ണുണ്ട്, പക്ഷേ കാണേണ്ടത് കാണില്ല. കാതുണ്ട്, പക്ഷേ കേൾക്കേണ്ടത് കേൾക്കില്ല.
അങ്ങനെയുള്ള മനുഷ്യർ നരകത്തിന് വേണ്ടി തയ്യാർ ചെയ്ത് നരകത്തിന് വേണ്ടി ഉദ്ദേശിച്ച് സൃഷ്ടിച്ചവരാണ് നാം. ഉലൈക കൽ അൻആം, അവർ നാലുകാലികളെ പോലെയാണ്, നാൽക്കാലികളെ പോലെയാണ്, മാടുകളെ പോലെയാണ്. ബൽഹും അവൽ, മാടുകളെക്കാൾ കഷ്ടം, മാടുകളെക്കാൾ വഴികെട്ടവർ. മാടുകൾ എന്ന് പറഞ്ഞതിന് ബുദ്ധി കൊടുത്തിട്ടില്ല, അല്ലാഹ് വിശേഷ ബുദ്ധി കൊടുത്തിട്ടില്ല, ചിന്ത നൽകിയിട്ടില്ല, അറിവ് നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞ ബുദ്ധിയുടെ 4 തലങ്ങളും മാടിനില്ല. ഇങ്ങനെയാണ് നമ്മുടെ വെപ്പ്. പ്രകൃതിപരമായ ബുദ്ധിയില്ല, വകതിരിവ് എന്ന തമ്മീസില്ല, അനുഭവജ്ഞാനത്തിൽ നിന്നും ഉണ്ടാക്കി തീർക്കുന്ന അഭിപ്രായങ്ങളും ചിന്തകളുമില്ല, നല്ല സത്യസന്ധമായ വിവരം, കാര്യങ്ങൾ വസ്തുതാപരമായി അറിയുന്ന ഹിക്മത്തിന്റെ ബുദ്ധിയുമില്ല. ഈ 4 ബുദ്ധിയുമില്ലാത്ത, ബുദ്ധിയുടെ ലവലേശമില്ലാത്ത ജീവിയാണ് മാടുകൾ. പക്ഷേ ആ മാടുകൾക്ക് അവയുടെ ഉപദ്രവകരമായ വസ്തുക്കളിൽ നിന്ന് മാറാൻ, അവക്ക് ക്ഷീണം വരുത്തുന്ന, കേടുവരുത്തുന്ന, ശരീരം നശിപ്പിക്കുന്ന സംഗതികളിൽ നിന്ന് മാറാൻ അറിയാം. പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങളിലേക്ക് തിരിയാനറിയാം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോശപ്പെട്ടതിൽ നിന്ന് വേർതിരിച്ചിട്ട് അവക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ബുദ്ധിയുള്ള, വിവേകമുള്ള, ചിന്തയുള്ള, വകതിരിവുള്ള മനുഷ്യൻ ഇതിന് പറ്റുന്നില്ലല്ലോ. അവൻ മനുഷ്യൻ ഏറ്റവും മോശപ്പെട്ടവൻ, മാടുകളെക്കാൾ മോശപ്പെട്ടവൻ എന്നതിന്റെ അർത്ഥം ഇതാണ്. ദുന്യാവിലെ നന്മക്കും ആഖിറത്തിലെ നന്മക്കും ശരിക്കും വശംവദനായി, ശരിക്കും വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. ദുന്യാവിലെ നന്മകൾ അവനവന്റെ ബുദ്ധി കൊണ്ട് പരമ്പരാഗതമായി മനുഷ്യർ തലമുറകളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ആരോഗ്യത്തിന് എന്തൊക്കെ പറ്റും, ആരോഗ്യത്തിന് എന്തൊക്കെ പറ്റൂല, എങ്ങനെയൊക്കെ സഞ്ചരിക്കണം, എങ്ങനെയൊക്കെ സഞ്ചരിച്ചൂടാ, റോഡിലൂടെ നടക്കുമ്പോൾ എങ്ങനെ നടക്കണം, വണ്ടി ഓട്ടുമ്പോൾ എങ്ങനെ ഓട്ടണം, ഇതൊക്കെ തലമുറകളിൽ നിന്ന് തലമുറകളിലൂടെ പഠിച്ചു വരുന്ന വിവരങ്ങളാണ് ദുന്യാവിന്റെ നന്മകൾ. ഇത് മനുഷ്യന് നൽകുന്നുണ്ട്. പുറമെ ആഖിറത്തിലേക്ക് വേണ്ട നന്മകളാവട്ടെ അമ്പിയാക്കളിലൂടെ അല്ലാഹു തആല കാലാകാലങ്ങളിലായി മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2 നന്മകളും ചിന്തിക്കാതെ ബുദ്ധിയുള്ള, വിവേകമുള്ള മനുഷ്യൻ നടക്കുന്നുണ്ടെങ്കിൽ, ബുദ്ധിയും ചിന്തയും ഇല്ലാതിരിക്കെ തന്നെ സ്വന്തം ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തിട്ട് ഉപകാരങ്ങളിലേക്ക് പോകുന്ന കാലികളുടെ യോഗ്യത അവനില്ലല്ലോ. അവൻ കാലികളെക്കാൾ കഷ്ടം. ഇത് അല്ലാഹു തന്നെ തുറന്നു പറയുന്നു. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ഇതിന് കാരണം മാടുകൾ വാഫിലുകളല്ല. മാടുകളെ കുറിച്ച് വാഫിൽ എന്ന് പറയില്ല, ശ്രദ്ധയില്ലാത്തവരെന്ന് പറയില്ല, ആലോചനയില്ലാത്തവരെന്ന് പറയില്ല. ഈ കാള, ആലോചനയില്ലാത്ത കാള ആരും പറയില്ല. ഈ പോത്ത്, ആലോചനയില്ലാത്ത പോത്ത് എന്ന് പറയില്ല. കാരണം ആലോചനയുള്ളൊരു പോത്ത് മറുവശത്തില്ലല്ലോ. അതുകൊണ്ട് ആലോചനയില്ലാത്ത പോത്തോ, ആലോചനയില്ലാത്ത കാളയോ, ആലോചനയില്ലാത്ത ആടോ, ആലോചനയില്ലാത്ത ഒട്ടകമോ, ആലോചനയില്ലാത്ത ഹിംസ്ര ജന്തുക്കളോ ഇല്ല. മനുഷ്യൻ അങ്ങനെയല്ല. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാത്ത, ആലോചിക്കേണ്ടത് ആലോചിക്കാത്ത, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാത്ത വാഫിലാണ് മനുഷ്യൻ. ഈ വാഫിൽ എന്ന അധമത്വം അല്ലാഹു തആല പടച്ച കാലികൾക്കില്ല, അൻആമിനില്ല, മാടുകൾക്കില്ല. അതുകൊണ്ട് അവൻ തരം താണാൽ മൃഗത്തെക്കാൾ അധപ്പതിക്കും, വളരെ മോശപ്പെട്ട പതിതത്വത്തിലേക്ക് അവൻ താഴും. പോരാ, മൃഗത്തേക്കാൾ താണാലും മൃഗത്തിനേക്കാളും മനുഷ്യനേക്കാളും ഒക്കെ തരം താണ ദുഷ്ടൻ പിശാച്ചുണ്ടല്ലോ. പിശാച്ചിന്റെ മക്കൾ പിശാചുക്കൾ. ഇതൊരു പിശാച്ച, ഇതൊരു ശൈത്വാനാ എന്ന് നമ്മൾ അവസാനത്തെ കള്ളിയാ പറയാ. ഇത് ഉപമേകരിക്കലാണ്. പിശാച്ചായിട്ടല്ല മനുഷ്യൻ, പിശാച്ചിനെ പോലെയെന്ന്. ഇപ്പൊ മനുഷ്യനെ ഉപമിക്കാൻ ഉപയോഗിക്കുന്നതാണ് പിശാച്ചെങ്കിൽ, പിശാച്ചി ഏറ്റവും അധമനാകണം, ഏറ്റവും നീചനാവണം, ഏറ്റവും നികൃഷ്ടനാവണം. അല്ല, പിശാച്ചിനേക്കാൾ നികൃഷ്ടൻ മനുഷ്യൻ തന്നെ. പിശാച്ചുക്കളിൽ നിന്ന് ഏറ്റവും വൃത്തികെട്ട മൂദേവി അള്ളാഹുവിനോട് നേരിട്ട് തർക്കുത്തരം പറഞ്ഞിട്ടുള്ള ഇബ്ലീസാണല്ലോ, പിശാച്ചിന്റെ ബാപ്പ, ജിന്നിന്റെ ബാപ്പ. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ എന്നും, ഖിയാമത്ത് നാൾ വരെ നിന്റെ മേൽ ശാപമുണ്ടെന്നും നീ ഇവിടെ നിന്നും ആട്ടപ്പെട്ടവനാണെന്നും അള്ളാഹു നേരിട്ട് പറഞ്ഞവൻ ഇബ്ലീസ്. ഈ ഇബ്ലീസിനേക്കാൾ നീചനാണ് മനുഷ്യൻ. വൃത്തികെട്ടാൽ ബുദ്ധിയുള്ള മനുഷ്യൻ ഇബ്ലീസിനേക്കാൾ ക്രൂരനാണ്, ഇബ്ലീസിന്റെ മക്കളെക്കാൾ നീചരാണ്, ഇബ്ലീസിന്റെ മക്കളെക്കാൾ നികൃഷ്ടരാണ്. എന്തുകൊണ്ട്? ഇബ്ലീസോ ഇബ്ലീസിന്റെ മക്കളോ വാദിക്കാത്ത ഉന്നത തലങ്ങളിലേക്ക്, കുഫറിന്റെ മേൽത്തലങ്ങളിലേക്ക് മനുഷ്യന്റെ വാദമെത്തും. കേട്ടില്ലേ നിങ്ങൾ? അന റബ്ബുക്കുമുൽ അഅ്ലാ. ഇബ്ലീസ് പറഞ്ഞിട്ടില്ല ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന്. ആരോടെങ്കിലും ഇബ്ലീസ് പറഞ്ഞിട്ടില്ല.
വാസ്തവത്തിൽ ഇബ്ലീസിനെയും മക്കളെയും വഴിപ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ, ഭൂരിപക്ഷം മനുഷ്യരുണ്ട്. എങ്കിൽ പോലും ഈ മനുഷ്യരൊക്കെ എന്റെ അടിമകളാണ്, ഞാൻ അവരുടെ റബ്ബാണ്. ഇബ്ലീസ് പറഞ്ഞിട്ടില്ല, അവകാശപ്പെട്ടിട്ടില്ല. ഇൽമ് ഏറ്റവും അധികമുള്ള ആളാണ് ഇബ്ലീസ്. ലൗ കാന ലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫു ലകാന അശ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസു. സാധാരണ പ്രസിദ്ധമായ കവിതയാണ്. ഇൽമിനു മാത്രം വല്ല സ്ഥാനവും ഉണ്ടായിരുന്നെങ്കിൽ, തഖ്വയില്ലാതെ അമലില്ലാതെ അറിവിനു മാത്രം വല്ല സ്ഥാനവും ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അല്ലാഹുവിന് ശറഫുള്ളയാൾ ഇബ്ലീസാകുമായിരുന്നു. കാരണം അല്ലാഹുവിന്റെ പടപ്പുകളിൽ ജിന്നി ഇൻസുകളെ വെച്ചാൽ ഏറ്റവും വിവരമുള്ളയാൾ, അറിവുള്ളയാൾ ഇബ്ലീസാണ്. എന്നിട്ടും ഈ അറിവ് വെച്ചിട്ട്, ഈ അറിവ് കൊണ്ട് അഹങ്കരിച്ചിട്ടില്ല ഇബ്ലീസ്. മനുഷ്യൻ കണ്ടോ, വലിയ ധനം കിട്ടിയപ്പോൾ, ഖജാനകൾ കിട്ടിയപ്പോൾ, സ്വർണ്ണ കൂമ്പാരങ്ങൾ കിട്ടിയപ്പോൾ ഖാറൂൻ മുതലാളി പറഞ്ഞത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഇതൊക്കെ എന്റെ വിവരം കൊണ്ട് കിട്ടിയതാണ്, ഇതൊക്കെ എന്റെ അറിവ് കൊണ്ട് കിട്ടിയതാണ്. മൂസാ നബിയും ഹാറൂൻ നബിയും കഴിഞ്ഞാൽ മൂസാ നബിയുടെ ബനു ഇസ്രായേലിലെ ഏറ്റവും വേദവിവരമുള്ള, ദീൻ വിവരമുള്ള പണ്ഡിതനായിരുന്നു ജൂതന്മാരിൽ ഖാറൂൻ. അതുകൊണ്ട് അയാൾക്ക് കിട്ടിയ മുതലുകളുടെ സക്കാത്തും മറ്റും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എനിക്ക് വിജ്ഞാനമുള്ളത് കൊണ്ടും അറിവുള്ളതും കിട്ടിയതാണിത് എന്ന്. അയാളെക്കാൾ അറിവുണ്ട് മൂസാ നബിക്കെന്ന് അയാൾക്ക് തന്നെ അറിയാം. അയാളെക്കാൾ അറിവുണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെന്ന് ഖാറൂനിനറിയാം. കാരണം വഹയിറങ്ങുന്ന ഈ നബിമാരിൽ നിന്ന് കിട്ടിയ വിവരം കൊണ്ടാണ് ഖാറൂൻ വിജ്ഞനായത്, ഖാറൂൻ വിവരസ്ഥനായത്. എന്നിട്ട് മൂസാ നബിക്ക് കിട്ടാത്ത, ഹാറൂൻ നബിക്ക് കിട്ടാത്ത ദുന്യാവും ദുന്യാവിന്റെ ഖജാനകളും ഒരു വലിയ സംഘം 10-40 ആളുകൾക്ക് അയാളുടെ താക്കോൽ കൂട്ടങ്ങൾ ചുമക്കാൻ വരെയുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞ മുതലാളിയല്ലേ. ആ മുതൽ മുഴുവൻ കിട്ടിയത് ഇൽമു കൊണ്ടാണെന്ന് അയാൾ പറയുന്നത് പൊട്ടത്തരമാണ്. അവിടം കൊണ്ട് തന്നെ പൊളിയത്. കാരണം അദ്ദേഹത്തിന്റെ കാലത്തെ നബിമാരായ ഹാറൂൻ നബിക്കോ മൂസാ നബിക്കോ ഇങ്ങനെ ധനമില്ലല്ലോ. ഇൽമു കൊണ്ട് ധനം കിട്ടുമെങ്കിൽ മൂസാ നബിക്കും ഹാറൂൻ നബിക്കും കിട്ടണ്ടേ? ആ പൊട്ടത്തരമാണ് താൻ പറയുന്നതെന്ന് തിരിഞ്ഞു നോക്കിയാൽ അയാൾക്ക് തന്നെ ബോധ്യപ്പെടുമായിരുന്നിട്ടും ഇൽമിന്റെ പേരിൽ അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. മനുഷ്യൻ ദുഷിച്ചാലാകുന്ന കോലമാണിത്. വലാന ഉഹ്യി വഉമീത്, ഞാനും ജീവിപ്പിക്കും ഞാനും മരിപ്പിക്കും എന്ന് പറഞ്ഞു നുംറൂദ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രതിയോഗി. എങ്ങനെയാണ് ജീവിപ്പിച്ചത്? അയാൾ തന്നെ ജയിലിലിട്ട, കൊലശിക്ഷയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട 2 ജയിൽ പുള്ളികളിൽ നിന്ന് ഒരാളെ മാപ്പ് ചെയ്തുകൊണ്ട് വിട്ടിട്ട് പറഞ്ഞു അയാളെ ഞാനിതാ ജീവിപ്പിച്ചു, മരിക്കേണ്ടയാളാണ്. മറ്റേയാളെ ഞാനിതാ കൊല്ലാൻ വേണ്ടി ഓർഡറാക്കി കൊല്ലുന്നു, അപ്പൊ തന്നെ കൊന്നു. ഒരാളെ ജീവിപ്പിക്കുകയും ഒരാളെ മരിപ്പിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു അന ഉഹ്യി വഉമീത്, ഞാനും ജീവിപ്പിക്കും ഞാനും മരിപ്പിക്കും. എന്റെ റബ്ബ് ജീവിപ്പിക്കുന്ന റബ്ബാണ്, മരിപ്പിക്കുന്ന റബ്ബാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചടിച്ചത് ഈ പൊട്ടനോട് ഇനി അതിന് തട്ടുത്തരം പറഞ്ഞിട്ട് ഫലമില്ല, ഇയാൾക്കൊന്നും അറിയില്ല. ഹയാത്താക്കൽ എന്താണ്, ഹയാത്ത് എന്താണ്, മൗത്താക്കൽ എന്താണ്, മൗത്ത് എന്താണ് എന്ന് തിരിയാത്ത ഈ മണ്ടനോട് ഇനി മറ്റൊന്നിലേക്ക് കടക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. അല്ലാഹു സൂര്യനെ ഉദിപ്പിക്കുന്നത് കിഴക്ക് നിന്നാണ്. നീ അല്ലാഹുവിനെതിരായിട്ടുള്ള ഒരു റബ്ബാണെങ്കിൽ, നീയും ഒരു റബ്ബാണെങ്കിൽ പടിഞ്ഞാട്ട് നിന്ന് ഈ സൂര്യനെ ഉദിപ്പിക്കാൻ കഴിയുമോ? ഫബുഹിതല്ലദീ കഫർ. അപ്പോൾ ഈ കാഫിറായ നുംറൂദ് ഉത്തരം മുട്ടുകയും വാപൊളിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പതിയോയിക പോലെ ഇബ്ലീസ് ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല. ഇബ്ലീസ് പിഴപ്പിച്ചപ്പോൾ പോലും പറഞ്ഞതെന്താ? റബ്ബി ബിമാ അഗ്വൈതനി, റബ്ബി ബിമാ അഗ്വൈതനി ലൗ സയ്യനന്ന ലഹും ഫിൽ അർളി വലൗ ബിയന്നഹും അജ്മഈൻ. ഞാൻ റബ്ബല്ല, ഞാൻ ഇലാഹല്ല, അല്ലാഹു എന്റെ റബ്ബാണ് എന്ന ആ വിശ്വാസത്തിൽ നിന്ന് ഇബ്ലീസ് മാറിയിട്ടില്ല. അതുവരെ വിശ്വസിച്ച ഒന്നിലും ഇബ്ലീസ് മാറിയിട്ടില്ല. മനുഷ്യന് സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിച്ചത് ധിക്കാരമായി പോയി, അതൊരു വിവരക്കേടായി എന്ന് അള്ളാഹുവിന്റെ പേരിൽ ആരോപിച്ചതാണ് വാസ്തവത്തിൽ ഇബ്ലീസിന്റെ കുഫർ. ഞാൻ റബ്ബാണെന്നു മാത്രമല്ല അള്ളാഹുവിന്റെ മഖ്ലൂക്കും അബ്ദുമാണ് ഞാൻ എന്നതുപോലും ഇബ്ലീസ് നിഷേധിച്ചിട്ടില്ല. ശപഥം ചെയ്ത് പറയുമ്പോഴും പറയുന്നത് റബ്ബി, എന്റെ റബ്ബേ, ബിമാ അഗ്വൈതനി, ഏതായാലും നീ എന്നെ പഴപ്പിച്ചല്ലോ, അതുകൊണ്ട് ലൗ സയ്യനന്ന ലഹും,
മനുഷ്യർക്ക് വേണ്ടി ഈ ദുന്യാവിനെ ഞാൻ അലങ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ട് വലൗബിയന്നഹും അജ്മഈൻ, അവരെ മൊത്തം ഒരാൾ ഒഴിവാക്കാതെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. ആവുന്നിടത്തോളം നോക്കിക്കോടോ. പക്ഷെ എന്റെ അടിയങ്ങളെ പഠിപ്പിക്കാൻ ഒരു അധികാരമോ അവകാശമോ അവരെ പഠിപ്പിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശത്തിന്റെയോ അവരെ പിടിക്കാനുള്ള തരത്തിലുള്ള കരുത്തോ നിനക്ക് നൽകുകയില്ല. അള്ളാഹു തിരിച്ചടിച്ചിട്ട് പറഞ്ഞു, വാസ്തവത്തിൽ ഇബ്ലീസിന് റബ്ബ് അള്ളാഹുവാൻ. എന്റെ റബ്ബ് എന്ന് ചോദിച്ചിട്ടാ ഇബ്ലീസ് അതുവരെ ചോദിച്ച അവകാശവാദങ്ങളും അതുവരെ ചോദിച്ച കാര്യങ്ങളും ഒക്കെ ചോദിച്ചത്. ആയുസ് തരണം, ആയുസ് തരാ ഖിയാമത്ത് നാൾ വരെ, പക്ഷേ നിശ്ചിത സമയം വരെ അവധി നീട്ടിത്തരാം. ഖിയാമത്ത് നാൾ വരെ ചോദിച്ചപ്പോ നിശ്ചിത സമയം വരെ തരാം. ഇതൊക്കെ റബ്ബി റബ്ബി എന്ന് ചോദിച്ചാ ഞാൻ റബ്ബാണെന്ന് വാദിച്ചില്ല. മനുഷ്യൻ വാദിച്ചതുപോലെ ഇബ്ലീസിന്റെ മക്കളിൽ ജിന്നുകളിൽപ്പെട്ട ഒരാളും റബ്ബാണെന്ന് വാദിച്ചിട്ടില്ല. മനുഷ്യരിൽപ്പെട്ട കുറെ പൊട്ടന്മാർ വെറുതെ അവർ റബ്ബാണ് എന്ന് മനസ്സിലാക്കി. റബ്ബാണെന്ന് മനസ്സിലാക്കാതെ അവർക്ക് കഴിയാവുന്ന കാര്യങ്ങളിൽ സഹായം തേടിയതും കഴിയാവുന്ന കാര്യങ്ങളിൽ അവരെ സംബന്ധിച്ച് പറഞ്ഞതും തന്നെ ശരിയല്ലെന്നാ ഖുർആൻ പറഞ്ഞത്. അതുതന്നെ ജിന്നുകളിൽ ഒരു കൂട്ടം ആളുകൾക്ക് അഹങ്കാരമുണ്ടാക്കിയെന്ന്. വഅന്നഹു കാന യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളോട് മനുഷ്യന്മാർ എവിടെയെങ്കിലും വല്ല മരുഭൂമിയിലും ചെന്ന് ഒട്ടകത്തിന് വഴിപിഴച്ചാൽ വഴിതിരിയാതെ ഉണർന്നാൽ ഈ പ്രദേശത്തിന്റെ അധിപനായ ജിന്നിനോട് ഞാനിതാ കാവൽ തേടുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ജാഹിലിയ്യത്തിൽ മനുഷ്യന്മാർ നടത്തിയിരുന്നു. ഇസ്ലാം വരുന്നതിന് മുൻപ് ജാഹിലിയ്യത്തിലെ അറബികൾ മരുഭൂമി യാത്രക്കാരാണ്. അടയാളമില്ലാത്ത റോഡാ മരുഭൂമി, ലോകം മുഴുക്ക റോഡ്. നമ്മളെ റോട്ടിൽ തന്നെ ഒരു ജംഗ്ഷനിൽ പോയിട്ട് വഴിതിരിയില്ലെങ്കിൽ കുഴങ്ങിയില്ലേ, കോയമ്പത്തൂർ പോകുന്നോ എവിടെത്തും? വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകുന്നവൻ റോഡ് തിരിഞ്ഞില്ലെങ്കിൽ എവിടെ എത്തും? ചൂണ്ടി തിരിഞ്ഞില്ലെങ്കിൽ. മരുഭൂമി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, മരുഭൂമി തുടങ്ങിയിടത്തന്നെ എത്തും. പിടിച്ചേടത്തിരുന്ന് വഴിതിരിയാതെ പോയാ ശരിക്കും തുടങ്ങിയിടത്തെത്തും. ഒട്ടകങ്ങൾക്കാണ് അല്ലാഹു തആല വഴിതിരിയാനുള്ള അടയാളങ്ങളും ഭൂമിയുടെ അകത്തിരുന്നുള്ള സിഗ്നലുകളും ഒക്കെ നൽകുന്നത്. ഈ തരത്തിലുള്ള ഒട്ടകങ്ങളും വിശന്നു, ഒട്ടകങ്ങളും കുടുങ്ങി, മനുഷ്യനും മുഴന്നു. വഴിതെറ്റി ബുദ്ധിമുട്ടിയാൽ കുടിക്കാൻ വെള്ളം കിട്ടൂല, തിന്നാൻ വസ്തു കിട്ടൂല, പച്ചില പോലും പറിക്കാൻ കിട്ടൂലല്ലോ മരുഭൂമിയില്. അങ്ങനെ വളരുന്ന നേരത്ത് ഇനി എന്തു രക്ഷ എന്ന് പറയുമ്പോ അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ താഴ്വരയുടെ യജമാനനായ ജിന്നിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് അറബികൾ പരമ്പരാഗതമായി യാത്രയിൽ വഴിതെറ്റുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പ്രാർത്ഥന മൂലം അല്ലാഹു പറഞ്ഞു ഫസാദൂഹും റഹഖാ, ഇങ്ങനെ ജിന്നുകളോട് സഹായം ആവശ്യപ്പെട്ട മനുഷ്യന്മാരാണ് വാസ്തവത്തിൽ ആ ജിന്നുകൾക്ക് അഹങ്കാരമുണ്ടാക്കിയത്, ധാർഷ്ട്യമുണ്ടാക്കിയത്, ധിക്കാരമുണ്ടാക്കിയത്. അങ്ങനെയാണ് അവർ മനുഷ്യനെ കീഴടക്കാൻ നോക്കിയത്, വഴിയാത്രക്കാരെ പിടിക്കാൻ നോക്കിയത്, പൊട്ടിച്ചൂട്ട് ബാധിച്ചത്, പിശാചുബാധകൾ മനുഷ്യനിൽ ഏൽക്കാൻ തുടങ്ങിയത്. നമ്മളോട് കാവൽ തേടുന്ന ദുർബലനാണ് മനുഷ്യൻ എന്നോർത്തപ്പോൾ ജിന്നിന് മേക്കെട്ട് കയറാനായി. ജിന്ന് മനുഷ്യനെ പിടിച്ചു, മനുഷ്യന്റെ ദൗർബല്യാവസ്ഥ മുതലെടുത്തു. ഇതുകൊണ്ട് ജിന്നിനോട് പോലും വന്ന് തേടിയിരുന്നത് അബദ്ധമായി എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു. നോക്കി നിങ്ങൾ, അതാണ് ജിന്ന്. ആ ജിന്നുകൾ മനുഷ്യനേക്കാൾ താണവരാണെന്ന് വിചാരിച്ചിരുന്നവരാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യർ അവരുടെ സഹായം പിടിച്ചപ്പോഴാണ് അവർക്ക് ഞങ്ങൾ കേമന്മാരാണെന്ന് തോന്നിയത്. അല്ലെങ്കിൽ അവർക്ക് വിനയമാണ്. കിബിറും ഇസ്തിക്ബാറും കുഫറും ആദ്യമായി ലോകത്ത് ഉയർത്തിക്കാട്ടപ്പെടുന്നത് ഇബ്ലീസിന്റേതാണെങ്കിൽ ആ ഇബ്ലീസിന്റെ കുഫർ പോലും ഞാൻ റബ്ബാണെന്ന് വാദിച്ചുകൊണ്ടല്ല, ഞാൻ ഇലാഹാണെന്ന് വാദിച്ചുകൊണ്ടല്ല, മനുഷ്യനായപ്പോഴോ ഞാൻ റബ്ബാണെന്ന് മാത്രമല്ല വലിയ റബ്ബാണെന്ന് വാദിക്കുന്നിടം വരെ അഹങ്കരിച്ചു. എനിക്ക് കിട്ടിയ മുതലുകളൊക്കെ എന്റെ ഇൽമു കൊണ്ടാണെന്ന് പെരും പറയടിച്ചു. ഞാനും അല്ലാഹുവിനെ പോലെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചു. ഇതാ പറഞ്ഞത്, മനുഷ്യൻ ദുഷിച്ചാൽ ഇബ്ലീസിനേക്കാൾ ദുഷിക്കും, ജിന്നുകളെക്കാൾ ദുഷിക്കും, പിശാചുക്കളെക്കാൾ ദുഷിക്കും. അങ്ങനെ ദുഷിക്കുന്ന മനുഷ്യന്മാരിൽ നിന്ന് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വാസികളായിക്കൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്റെ മഹത്വത്തിന്റെ പൂർണ്ണ ഉത്തരവാദികളായ മുഅ്മിനീങ്ങളായ ആളുകൾ അവരിൽ നിന്നൊഴിവാണ്. അപ്പോൾ പറഞ്ഞ മനുഷ്യന്റെ മഹത്വങ്ങളൊക്കെ വിശ്വാസികൾക്കുള്ളതാണ്. അല്ലാത്ത മനുഷ്യനെയാണ് അല്ലാഹു തആല പിന്നെ ഖുർആനിൽ പലയിടങ്ങളിലായി, പല ഭാഷയിൽ, പല പ്രയോഗങ്ങളിലായി ഏറ്റവും തരംതാണവരായി വിവരിച്ചത്. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, മനുഷ്യൻ മഹാ അപരാധിയാണ്.
വളരെ നന്ദി കെട്ടവനാണ്. ഇന്നഹു കാന ദലൂമൻ ജഹൂലാ, മഹാ അപരാധിയാണ്, വിവരക്കേടിന്റെ മൂർത്തിഭാവമാണ്, ഏറ്റവും വലിയ വിവരം കെട്ടവനാണ്. ഇന്നൽ ഇൻസാന ലകഫൂർ, ഏറ്റവും വലിയ നന്ദി കെട്ടവൻ, കുരുത്തം കെട്ടവൻ. ഇന്നൽ ഇൻസാന ലകഫൂറും മുബീൻ, പ്രത്യക്ഷമായും വ്യക്തമായും നന്ദി കെട്ടവൻ. വകാനൽ ഇൻസാനു കഫൂറാ, വലിയ നന്ദി കെട്ടവൻ, കുരുത്തം കെട്ടവൻ. മറ്റൊരിടത്ത് ഫൈദാ ഹുവ ഖസീമും മുബീൻ, നമ്മളോട് തർക്കിക്കുന്നവൻ. വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ, മനുഷ്യനെ പോലെ തർക്കിക്കുന്നവൻ വേറെ ആരുമില്ല, മഹാതർക്കി, വമ്പൻ തർക്കി. വകാനൽ ഇൻസാനു ഖതൂറാ, സ്വാർത്ഥനും ലുബ്ധനും, കൊടുക്കേണ്ടത് കൊടുക്കാത്തവനുമാണ് മനുഷ്യൻ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, എല്ലാം ഒറ്റക്ക് നക്കുന്ന നന്ദി കെട്ടവനാണ് മനുഷ്യൻ. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, എല്ലാം ധൃതിയാണ് മനുഷ്യന്. തന്റെ പരിധിയിൽ വരുത്തണം, തനിക്ക് കിട്ടണം എന്ന് ധൃതിയോടെ വാരിക്കൂട്ടുന്നവൻ. വകാനൽ ഇൻസാനു അജൂലാ, മനുഷ്യന് വളരെ വലിയ ധൃതി. കല്ലാ ഇന്നൽ ഇൻസാന ലയതുഗാ, ധിക്കാരിയാണ്, ധാർഷ്ട്യക്കാരനാണ്, അതിക്രമകാരിയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നഷ്ടകാരിയാണ്. ഇങ്ങനെ ഖുർആൻ എവിടെയൊക്കെ മനുഷ്യനെ എന്തൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞതൊന്നും പക്ഷേ വിശ്വാസികൾക്ക് ബാധകമല്ല, മുഅ്മിനീങ്ങൾക്ക് ബാധകമല്ല. സത്യവിശ്വാസികളല്ലാത്ത അവിശ്വാസികളായ കാഫിറുകളായ ആളുകളെ സംബന്ധിച്ചാണ് അല്ലാഹു ഈ പറയുന്നത് അത്രയും. അതിൽ നിന്നൊഴിവാണ് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സത്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ശരിക്കും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവിശ്വാസികൾക്ക് മനുഷ്യന്റെ മഹത്വമില്ല എന്നർത്ഥം, മാനവികതയുടെ മഹത്വമില്ല. മാനവികതയ്ക്ക് അല്ലാഹു തആല എന്തൊക്കെ മഹത്വം കൽപ്പിച്ചിട്ടുണ്ടോ ആ മഹത്വങ്ങൾ സത്യനിഷേധികൾക്കില്ല, വിശ്വാസമില്ലാത്തവനില്ല. അവൻ അല്ലാഹു തആല പടച്ച സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ട സൃഷ്ടി അല്ലാഹു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഖുർആനിലുണ്ട്. സാഹോദര്യത്തിന്റെയോ സൗഹാർദ്ദത്തിന്റെയോ മതേതരത്വത്തിന്റെയോ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പാഠങ്ങളൊന്നും നമുക്ക് തിരുത്തി എഴുതാൻ പറ്റൂല. വിശുദ്ധ ഖുർആന്റെ പാഠങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടവരാണ്. ആഖിറത്തിലെ കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഈ പറയുന്നതൊക്കെ. ആഖിറത്തിൽ വൃത്തികെട്ടവൻ, ആഖിറത്തിലേക്ക് പോകുന്ന വിവരം കെട്ടവൻ, ആഖിറത്തിൽ നരകത്തിൽ കടക്കുന്ന നികൃഷ്ടൻ. ദുന്യാവിൽ അവൻ ഉയർന്നവനാകാം, ദുന്യാവിൽ അവൻ ഉദ്യോഗസ്ഥനാവാം, ദുന്യാവിൽ അവൻ പ്രധാനമന്ത്രിയാകാം, ദുന്യാവിൽ അവൻ ചക്രവർത്തിയാകാം, ദുന്യാവിൽ അവൻ പോലീസാകാം, ദുന്യാവിൽ അവൻ പോലീസിന്റെ മേത്തലവനാവാം, എല്ലാവരുമാകാം. ദുന്യാവിലെ വിഷയമല്ല ഇവിടെ പറയുന്നത്. ആഖിറവുമായി ബന്ധപ്പെട്ട് നികൃഷ്ട ജീവികൾ, ഇത് വിശ്വാസമുള്ള മനുഷ്യന് പറ്റില്ല. വിശ്വാസമുള്ള മനുഷ്യനോ ഖൈറുൽ ബരിയ ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. അല്ലാഹു തആലാന്റെ പടപ്പുകളിൽ ഏറ്റവും നികൃഷ്ടരാണവർ. ആർ? കാഫിറുകളായിട്ടുള്ളവർ. അവർ വേദക്കാരാവട്ടെ, വിവരമുള്ളവരാകട്ടെ, തൗറാത്തും ഇഞ്ചീലും കലക്കി കുടിച്ചിട്ടുള്ള പുരോഹിതന്മാരാവട്ടെ, ഏറ്റവും വലിയ വിദ്വാൻമാരും അച്ഛന്മാരുമാകട്ടെ, അവർ കാഫിറുകളാണോ, അവിശ്വാസികളാണോ, സത്യനിഷേധികളാണോ? ഉലൈക ഹും ശർറുൽ ബരിയ, പടപ്പുകളിൽ ഏറ്റവും നികൃഷ്ടർ. വൽ മുശ്രികീൻ, ബഹുദൈവ വിശ്വാസികളും. ഉന്നത വിവരമുള്ള ആളാകാം, ഉന്നത ഉദ്യോഗസ്ഥനാവാം, ഉന്നത അധികാരമുള്ള ആളാകാം. പക്ഷെ അവിശ്വാസിയാണോ, സത്യത്തിന്റെ വൈരിയാണോ, സത്യത്തിന്റെ നിഷേധിയാണോ? അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടർ. മറിച്ച് അല്ലാഹു പറയുന്നത് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ, പടപ്പുകളിൽ ഏറ്റവും മുന്തിയവർ സത്കർമ്മികളായ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ. ആ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് മനുഷ്യത്തിന് മഹത്വമുള്ളവർ എന്നർത്ഥം. മനുഷ്യന്റെ മഹത്വമല്ലേ കഴിഞ്ഞ ദിവസം നാം വിവരിച്ചത്? സൃഷ്ടികളിൽ ഏറ്റവും മുന്തിയവർ, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതർ, അമ്പിയാക്കന്മാരുള്ള സമൂഹം, മലക്കുകളെക്കാൾ ഉയർന്ന സമൂഹം, ഔലിയാക്കളുള്ള സമൂഹം, മലക്കുകളെക്കാൾ ഉയർന്ന സമൂഹം. മലക്കുകൾ എന്നല്ല, അല്ലാഹു പടച്ച സകലതിനേക്കാളും ഉന്നതിയുള്ള സമൂഹം മനുഷ്യൻ. പക്ഷെ ഈ പറയുന്ന മഹത്വവും പദവിയും ആദരവും എല്ലാം വിശ്വാസികളായിട്ടുള്ള സത്കർമ്മങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചവരായ സജ്ജനങ്ങൾക്കു മാത്രമാണ്. സജ്ജനങ്ങളല്ലാത്ത സത്യനിഷേധികളായ ആളുകൾക്ക് ഇതൊന്നുമില്ല. എന്താണ് ഇതിനു കാരണം?
മനുഷ്യന്റെ മഹത്വത്തിന് നിദാനമാകുന്നത് എന്താണോ അതില്ലെങ്കിൽ പിന്നെ സാധാരണ മനുഷ്യന് നൽകിയതൊക്കെ മറ്റു ജീവികൾക്കുള്ളതാണ്. ആ ജീവികളുടെ തരത്തിലേക്ക് മനുഷ്യൻ താഴും. മനുഷ്യന് സാധാരണമായി അള്ളാഹു നൽകിയ സവിശേഷതയാണ് നാം പറഞ്ഞത് ബുദ്ധി. ബുദ്ധിയുടെ 4 തലങ്ങളും മനുഷ്യനുള്ളതാണ്. 2 പ്രകൃതിപരമായിട്ടുള്ള അംശവും 2 ആർജിച്ചെടുക്കുന്ന മഹത്വവും ഉയർന്ന പദവിയും എന്ന് നമ്മൾ വിവരിച്ചു കഴിഞ്ഞ ദിവസം. ആ മഹത്വത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതാണ് മനുഷ്യൻ ഉയർന്നാൽ കിട്ടുന്ന ഏറ്റവും വലിയത് അറിവ്. അറിവുണ്ടെങ്കിൽ മാത്രമേ ബുദ്ധിയുള്ളൂ. അറിവില്ലാത്തവന് ബുദ്ധിയില്ല. അവൻ വാസ്തവത്തിൽ നല്ല അളവിൽ ബുദ്ധിയുടെയും ചിന്താശേഷിയുടെയും സിദ്ധിയുള്ളവനാകാം, ശക്തിയുള്ളവനാകാം, പവറുള്ളവനാകാം, ഭാഗതയുള്ളവനാകാം. അത് ഉപയോഗിച്ചിട്ട് വിശ്വസിച്ചില്ല, അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞില്ല, മലക്കുകളെ കുറിച്ച് അറിഞ്ഞില്ല, പരലോകത്തെ കുറിച്ച് ബോധമില്ല, സ്വർഗനരകത്തെ കുറിച്ച് ചിന്തയില്ല, ഹിസാബിനെ കുറിച്ച് അറിവില്ല, എങ്കിൽ അവൻ അറിവില്ല. അറിവില്ലായ്മ ജഹ്ല് എന്നതിന് പറയാം. മറ്റേത് തരത്തിലുള്ള വിവരമുണ്ടെങ്കിലും ശാസ്ത്രീയമായ തരത്തിലുള്ള എന്തെല്ലാം അറിവുകൾ നേടിയാലും ആ അറിവുകളെ ഈ അർത്ഥത്തിൽ വിവരക്കേട് ജഹ്ല് എന്നാ പറയാ. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, ദുന്യാവിന്റെ ബാഹ്യമായ കാര്യങ്ങൾ വിവരം പറയാ. വിവരം വേറെ, അറിവ് വേറെ. അറിവാകണമോ വിശ്വാസം വേണം, ഉറപ്പുള്ളതായ സംഗതിയാവണം. നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ വല്ല അറിവുണ്ടോ? ഇവിടെ കിട്ടുന്ന ശാസ്ത്രീയമായ വിവരങ്ങളൊക്കെയും അനുമാനങ്ങളാണ്, ഗവേഷണ ഫലങ്ങളാണ്, ചിന്താഫലങ്ങളാണ്. ഏറ്റവും വലിയ ബുദ്ധിയുള്ളവർ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതാണ്. ഏറെക്കുറെ ഉറപ്പുള്ളതായ ഗണിതശാസ്ത്രം, ബുദ്ധി കൊണ്ട് മാത്രം കണ്ടെത്തിയ വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉറപ്പുള്ളത് ഗണിതശാസ്ത്രമാണ്. ഈ ഗണിതശാസ്ത്രത്തിന്റെ വരെ ബാലപാഠങ്ങളും ആമുഖ തത്വങ്ങളും കേവലം അനുമാനമാണ്, സ്വന്തം ജൽപ്പനങ്ങളാണ്. നമ്മൾ ആമുഖമുണ്ടാക്കിയിട്ട് വേണം. പെരുക്കുന്ന സംഖ്യകളും കൂട്ടുന്ന സംഖ്യകളും 1 മുതൽ നമ്മൾ എണ്ണുന്ന സംഖ്യകളുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സംഖ്യകളാണ്. അരിതമാറ്റിക് തത്വങ്ങളടക്കമുള്ള ഉയർന്ന ഗണിതശാസ്ത്രത്തിലെ മഹാതത്വങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മളുണ്ടാക്കി ഗണിച്ചെടുത്ത അനുമാന തത്വങ്ങളുടെ ബലത്തിലേ സാധിക്കൂ. അതിനൊന്നും അറിവ് എന്ന് പറയൂല. നേരെ മറിച്ച് മുത്തുനബിയുടെ നാക്കിൽ നിന്ന് വന്നു, ഹിസാബുണ്ട്, അറിവാണ്. മീസാനുണ്ട്, നിങ്ങളുടെ ആമലുകൾ തൂക്കും, അറിവാണ്. സിറാത്ത് പാലമുണ്ട്, കടക്കേണ്ടി വരും, അറിവാണ്. വിശ്വസിക്കാൻ ചിലപ്പോൾ പ്രയാസം വരുന്ന സംഗതിയാണിത്. മുടിയുടെയേക്കാൾ നേരിയതാണ് പാലം. ആ പാലത്തിലൂടെ എല്ലാ മനുഷ്യരും കടക്കണം. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ്യാ. ജഹന്നമിന്റെ മീതെ ഇട്ടിരിക്കുന്ന ആ പാലത്തിലൂടെ കടക്കാതെ ഒരു മനുഷ്യനുമില്ല. ജഹന്നമിന്റെ മുകളിലൂടെ സഞ്ചരിക്കേണ്ടതല്ലാത്ത ഒരു മനുഷ്യനുമില്ല. ഇത് അല്ലാഹു സുനിശ്ചിതമായി നിർബന്ധമായും അനിവാര്യമായും വിധിച്ചു കഴിഞ്ഞതാണെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കേണ്ട അറിവാണ്. ഇത് പിഴക്കൂല. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കട്ടെ, ബുദ്ധി കൊണ്ട് തെളിയിക്കാൻ പറ്റാതിരിക്കട്ടെ, നിഷേധികൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നതാവട്ടെ, നമ്മൾ ഉത്തരം മുട്ടിപ്പോകുന്ന തലമാകട്ടെ, അല്ലാഹുവും റസൂലും പറഞ്ഞോ അറിവാൻ. ഈ അറിവില്ലെങ്കിൽ അഖലിന്റെ ഉന്നതമായ ആ ഫലമില്ല. അഖലിന്റെ ഏറ്റവും ഉയർന്ന ഫലം അറിവാണെന്ന് നമ്മൾ ഇന്നലെ വിവരിച്ചിട്ടുണ്ട്. ആ അറിവില്ലാത്തത് കൊണ്ട് ജഹലുമായി നിൽക്കുന്ന ആളെ പിന്നെ അല്ലാഹു പറയുന്നത് ദലൂമൻ ജഹൂലാ, വിവരം കെട്ടവനാണവൻ, അറിവവനില്ല. അറിവില്ലാത്ത അവൻ, അറിവ് തീർത്തുമില്ലാത്ത പൊട്ടൻ, അവൻ അതിക്രമകാരിയാണെന്ന് മനുഷ്യൻ പറഞ്ഞാൽ അവിശ്വാസികൾക്ക് ചേരുന്ന വിശേഷണമാണ്. ഇത്തരം ആളുകൾ മാത്രമാകുമ്പോൾ അവർ ഭൂമിക്കു ഭാരമാണ്. സകലാൻ ശരിയായ പേരാണത്. ഭൂമിക്ക് ഭാരം നൽകുന്ന ജിന്നും ഇൻസും ഭൂമിക്ക് ഭാരമാണ് നാം. ഭൂമിയുടെ ബാലൻസ് തെറ്റാതിരിക്കാനുള്ള പർവ്വതം പോലത്തെ ഭാരം, മലകളെ പോലത്തെ ഭാരം, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിക്ക് ബാലൻസ് തെറ്റാതിരിക്കാൻ പറ്റുന്ന ഭാരം, കുറെ ആളുകൾ ഖബറിനകത്തായിട്ട് ഉള്ളടക്കം ചെയ്യപ്പെട്ട ഭാരം, കുറെ ആളുകൾ മുകൾ പരപ്പിലായിട്ട് മുഖത്തായിട്ട് ഭൂമിക്ക് ഭാരം. ഈ ഭാരമുള്ള ആളുകൾ സത്യനിഷേധമാണ് അവരുടെ നിലവാരമെങ്കിൽ, ദുഷ്കർമ്മങ്ങളാണ് അവരുടെ നിലപാടെങ്കിൽ, ദുശ്ചെയ്തികളിൽ സീമാതീതരായി അധർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് സത്യവിശ്വാസത്തിൽ നിന്നും അകന്നകന്നുകൊണ്ട് ധിക്കാരികളായി കഴിയുകയും അവരിലേക്ക് സത്യവിശ്വാസവുമായി സത്യ അറിവുകളുമായി വന്ന പ്രവാചകന്മാരെ നിരാകരിച്ചുകൊണ്ട് ആളുകൾ ഒന്നടങ്കം ഒരു നാട്ടിൽ മോശപ്പെട്ടവരായി മാറുകയും ചെയ്യുമ്പോൾ അള്ളാഹു അവരെ വിപാടനം ചെയ്യും. അതാണ് മനുഷ്യന്റെ ചരിത്രം.
അള്ളാഹുവിന്റെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം കൊണ്ട് ഈ സമുദായത്തിൽ അങ്ങനെ ഒരവസ്ഥ വരില്ല. അവസ്ഥ വരാത്തത് എന്തുകൊണ്ടാണ്? വിശ്വാസികളായ ഒരു സമൂഹം എന്നും ഈ സമൂഹത്തിൽ ഉണ്ടാകും. അള്ളാഹു വില വെക്കേണ്ടവർ, ഭൂമിയിൽ പാർക്കേണ്ടവർ, ആകാശത്തിന്റെ തണൽ വിരിച്ചു കൊടുക്കേണ്ടവർ, വായു ശ്വസിക്കാൻ അള്ളാഹു ശരിക്കും വിതരണം ചെയ്യേണ്ടവർ, വെള്ളം കുടിക്കാൻ അള്ളാഹു അനുവദിക്കേണ്ട ഭക്തന്മാർ, അത്തരം ഭക്തന്മാരെ ഖിയാമത്ത് നാൾ വരെ ആരാരുമില്ലെങ്കിൽ ഷാമിലും യമനിലുമെങ്കിലും അള്ളാഹു പതിട്ടിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഭൂമിയുടെ ബാലൻസ് നിയന്ത്രിക്കുന്നത്. അതില്ലാതെ വെറും മോശകാരികളായി നാടിൽ വന്നിരുന്നെങ്കിൽ ഏതു നാട്ടിൽ വെറും അധർമ്മകാരികളാണോ, ഏതു നാട്ടിൽ വെറും ദുശ്ചെയ്തിക്കാരാണോ അവരെയൊക്കെ നാം പിടിച്ചിട്ടുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, അവരെ നാം പിടിച്ചിട്ടുണ്ട്. ഫകുല്ലൻ അഖദ്നാ ബിദംബി ഫകുല്ലൻ അഖദ്നാ ബിദംബി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ വമിൻഹും മൻ അഖദതുഹു സ്വൈഹ ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. സൂറത്തുൽ അൻകബൂത്തിലെ ഖുർആനിന്റെ അമാനുഷികതയ്ക്ക് നിദാനമായി എണ്ണപ്പെടുന്ന ഒരു വലിയ ആയത്താണിത്. വളരെ വിലപ്പെട്ട ആയത്ത്. സാഹിത്യ വിവരണത്തിൽ ഇതിന് സമാനമാകുന്ന ഒരായത്ത്, ഒരു വാക്യം മനുഷ്യ നിർമ്മിതിയായി കാണിക്കാൻ പറ്റില്ല. എത്ര വലിയ ചരിത്രം, എത്ര നൂറ്റാണ്ടുകളുടെ ചരിത്രം, എത്ര സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമാണ് അല്ലാഹു ഈ കൊച്ചു വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഫകുല്ലൻ അഖദ്നാ ബിദംബി. തമ്മാടികളായി, ആനത്തമ്മാടികളായി, വെറും വിവരം കെട്ടവരായി, വിശ്വാസമില്ലാത്തവരായി ഭൂമിയോട് ഭാരമായി മാറിയപ്പോൾ അവരെയൊക്കെ അവരുടെ പാപം മൂലം, അവരുടെ ദോഷം മൂലം നാം പിടിച്ചു. അവരെ നാം പിടിച്ചത് അവരുടെ പാപം മൂലമാണ്. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ. പേരെഴുതിയ കല്ലുകൾ ആകാശത്തിന് നിറക്കിയിട്ട് തലയിലൂടെ തുളച്ചു പോയിട്ട് ഗുദത്തിലൂടെ മലദ്വാരത്തിലൂടെ പുറത്തു വന്ന തരത്തിൽ കൊന്നവർ ആ കൂട്ടത്തിലുണ്ട്. അല്ലാഹു പറയാ, ആരാണ് പേരെങ്കിൽ ജോസഫാണ് പേരെങ്കിൽ മുഹമ്മദാണ് പേരെങ്കിൽ ബക്കറാണ് പേരെങ്കിൽ ആ പേര് തന്നെ എഴുതപ്പെട്ട കല്ല്, ഈ കല്ല് ആർക്കാണോ പേരെങ്കിൽ ആ പേരുള്ള ആരുടെ മൂർധാവിൽ വീഴും. മൂർധാവിലൂടെ ഇറങ്ങിയിട്ട് ഉള്ളിലൂടെ തുളച്ചു പോയിട്ട് മലദ്വാരത്തിലൂടെ പുറത്തു വരും ചുടുകല്ല്. ആ ചുടുകല്ല് അയച്ചുകൊണ്ട് കൊന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നാം പിടിച്ച് ശിക്ഷിച്ചവരിലുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അള്ളാഹു ശിക്ഷിച്ചത് അങ്ങനെയാണ്. വൃത്തികേട് അധികമായപ്പോൾ, സഹിക്കാവുന്നതിനപ്പുറം പോയപ്പോൾ, ഇനി ആരും വിശ്വസിക്കുകയില്ല എന്ന് ദൃഢതരമായപ്പോൾ, ഈ കൂട്ടരെ കൊണ്ട് കുടുങ്ങിപ്പോയി മനുഷ്യർ എന്ന നിലപാട് വന്നപ്പോൾ, മനുഷ്യന്മാരെന്ന് കാണിക്കുന്ന പേക്കൂത്തുകളിലെ, അനാചാരങ്ങളിലെ, വൃത്തികേടുകളിലെ, സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങളിലെ എല്ലാറ്റിലും മാതൃകയായിരുന്നു ഒരുപക്ഷേ ചരിത്രത്തിൽ ലൂത്ത് നബിയുടെ ജനത. അതുകൊണ്ട് തന്നെ ലോകർക്ക് എന്നും പാഠമായി ഇത്ര വികൃതമായി നശിപ്പിക്കപ്പെട്ട ഒരു കൂട്ടർ വേറെയില്ല. 7 നഗരങ്ങൾ, മദീനകൾ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ചിറകിന്റെ ചെറിയ അനക്കം, 2 തൂവലുടെ അനക്കം, ആ അംശം മാത്രം അനക്കിയപ്പോഴേക്കും 7 ആകാശങ്ങളുടെ കതിർ പോയി. 7 ആകാശങ്ങളിലുള്ള മലക്കുകൾ പോലും ഭയന്ന് വിറക്കുമാർ പൊന്തിയിട്ട് ഒരൊറ്റ അടുക്ക് മറിച്ചിടുകയാണ് ചെയ്തത്. അതാ നാട്ടിലുള്ളവരെയായിരുന്നു. നാട്ടിലുള്ളവരെ അങ്ങനെ നശിപ്പിച്ചപ്പോൾ നാട്ടിൽ നിന്ന് പുറത്തുപോയവരുണ്ടല്ലോ, നാടിൽ ആ സമയത്തില്ലാത്ത ആളുകൾ, അത്തരക്കാർക്ക് നേരെ അള്ളാഹു അയച്ചതാണ് ചുടുകല്ല് ഹാസിബാ, തുളച്ചു കയറുന്ന കല്ല്. ആ കല്ലിൽ പിഴച്ചിട്ടില്ല, ഉന്നം തെറ്റിയിട്ടില്ല, പേരെഴുതിയ കല്ല്. ആ കല്ല് തലയിലൂടെ വന്നിട്ട് ഗുദദ്വാരത്തിലൂടെ പുറത്തു പോകുന്നത് അവർക്ക് യോജ്യമായ ശിക്ഷയാണ്. പുരുഷന്മാരായ കുമാരന്മാരെ, ബാലന്മാരെ ഗുദദ്വാരത്തിലൂടെ, മലദ്വാരത്തിലൂടെ ഭോഗം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വൃത്തികെട്ടവർ സമൂഹത്തിൽ ഒരു പക്ഷേ ലൂത്ത് നബിയുടെ ജനതയായിരിക്കും ആദ്യം. അതുകൊണ്ട് തന്നെ ലൂത്ത് എന്നതൊരു പ്രവാചകന്റെ പേരാണ്, മറ്റൊരാളുടെ പേരല്ല. അള്ളാഹുവിന്റെ ഹബീബായ പേര് പഠിപ്പിച്ച് അള്ളാഹു ചരിത്രം പഠിപ്പിച്ച 25 അമ്പിയായ മുർസലുകളിൽ പ്രധാനപ്പെട്ട നബിയാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ കാലക്കാരനാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബന്ധുവായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പേരിലേക്ക് ചേർത്തല്ലേ ഒരു ദുഷ്പ്രവൃത്തി ചരിത്രം ഇന്നും അറബികൾ ഉപയോഗിക്കുന്നത്. ലിവാത്ത്, മലദ്വാരത്തിലൂടെ ഭോഗം ചെയ്യുക, പുരുഷന്മാരുടെ മലദ്വാരത്തിലൂടെ ഭോഗം ചെയ്യുന്ന ഈ വൃത്തികേട് ലോകത്ത് ആദ്യം കാണിച്ചവരവരാണ്. അതുമാത്രമല്ല, വഴിയാത്രക്കാരെ പിടിക്കുകയും തടഞ്ഞു വെക്കുകയും യാത്ര ശല്യം ചെയ്യുകയും ചെയ്തിരുന്നില്ലേ നിങ്ങൾ?
നിങ്ങളുടെ സദസ്സിൽ നിങ്ങൾ എന്തെല്ലാം അനാചാരങ്ങൾ കൊണ്ടുവന്നു. ഭാഷ അല്ലാഹു തആലാക്ക് പറയുന്നതിലും സംസ്കാരത്തിന്റെ ബോധമാണ്. മനുഷ്യന്മാർ ഓതുവലോത്, മനുഷ്യന്മാർക്ക് പറയാൻ പറ്റാത്ത വൃത്തികേടുകളാ അവർ കാണിച്ച വൃത്തികേടുകൾ അതൊന്നിച്ച് അല്ലാഹു ഒരു വാചകത്തിൽ പറഞ്ഞു. സദസ്സിൽ നിങ്ങൾ തോന്നിയാസം കൊണ്ടുവന്നു. എന്താ? കീഴ്ഭാഗത്തിലൂടെ കീഴ്വായു ശബ്ദത്തിൽ പുറത്തിട്ടിട്ട് ആർത്തട്ടഹസിച്ച് കൈകൊട്ടി ചിരിക്കുക, സദസ്സിലെ മാന്യന്മാരായ ആളുകളെ അപമാനിക്കുക, ഒന്നിച്ചിരുന്നുകൊണ്ട് ഒച്ചയിൽ ശബ്ദമുണ്ടാക്കി കൂവി വിളിക്കുക, കീഴ്ഭാഗത്തിലൂടെ പോകുന്ന കീഴ്വായു ഒച്ചയിൽ വിട്ടത് മനുഷ്യൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് ആരെങ്കിലും അപമാനിക്കുന്ന കൂട്ടരുണ്ടോ? ഉണ്ടാകാം. ഇന്നും വൃത്തികെട്ട ഇത്തരം അനാചാരങ്ങൾ കമ്പനി കൂടിയിട്ടുള്ള ഏതെങ്കിലും മോശപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലോ റാഗിങ്ങിന്റെ ഭാഗമായി സംസ്കാരമുള്ള വിദ്യാസമ്പന്നരുടെ ഹോസ്റ്റലുകളിലോ ക്യാന്റീനുകളിലോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ലൂത്ത് നബിയുടെ ജനതയുടെ ഏറ്റവും മോശപ്പെട്ട വൃത്തികേടിന്റെ ഭാഗമാണ്, ശേഷിപ്പാൻ. ആ വൃത്തികെട്ട ശേഷിപ്പുകൾ കൊണ്ട് കുടുങ്ങിയപ്പോ ഇനി ഒരാളും ലൂത്ത് നബിയെ കൊണ്ട് വിശ്വസിക്കുകയില്ലെന്ന് വന്നപ്പോൾ അവരെ നശിപ്പിക്കാൻ അല്ലാഹു ചെയ്ത വേലയാണ്. ഇത്തരം നാശങ്ങളുടെ വേളയിൽ വിശ്വാസികൾ പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ അല്ലാഹു എന്നും എടുത്തിട്ടുണ്ട്. നേരത്തെ പോകാൻ പറഞ്ഞു ലൂത്ത് നബി അലൈഹിസ്സലാമിനോട്, ലൂത്ത് നബിയുടെ മക്കളോടും. പക്ഷേ ലൂത്ത് നബിയോട് അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ പെടും കേട്ടോ. ഭാര്യ നിങ്ങൾ വിചാരിച്ചേടത്തല്ല, നിങ്ങളുടെ ഭാര്യ കൂട്ടിക്കൊടുപ്പുകാരിയായിരുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി, നിങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി. ആ കൂട്ടിക്കൊടുപ്പുകാരിയായ ഭാര്യയെ ഞാൻ ശിക്ഷിക്കും. അത് നിങ്ങളുടെ കുടുംബമല്ല. ലൂത്ത് നബിയുടെ കൂടെ കൊണ്ടുപോയിട്ടും അല്ലാഹു തആല ഹാസിബ, ആ ഭാര്യയുടെ പേരെഴുതിയ കല്ല് തലച്ചോറിലൂടെ ഇറങ്ങിയിട്ട് ഗുദത്തിലൂടെ പുറത്തു വരുന്ന ശിക്ഷയാണ് അല്ലാഹു ശിക്ഷിച്ചത്. അല്ലാഹു പറയുകയല്ല ഖുർആനിൽ, കുടുകല്ലെറിഞ്ഞവർ ആ കൂട്ടത്തിലുണ്ട്. വമിൻഹും മൻ അഖദതുഹു സ്വൈഹ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസം, ആ അട്ടഹാസത്തിന്റെ ഭീകര ശബ്ദം ഉൾക്കൊള്ളാൻ കഴിയാതെ കാത് പൊട്ടുക മാത്രമല്ല ഹാർട്ട് പൊട്ടി നിമിഷ നേരം കൊണ്ട് ചത്ത് മലർന്നു കിടന്നവർ മനുഷ്യന്മാരിലുണ്ട്. മദിയൻകാർ അങ്ങനെയായിരുന്നു, സമൂദ് ഗോത്രക്കാരങ്ങനെയായിരുന്നു. രണ്ട് വലിയ സമൂഹത്തെ, സഹസ്രക്കണക്കിന് ആളുകളെ, പതിനായിരക്കണക്കിന് ആളുകളെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അട്ടഹാസം കൊണ്ട് നാം പിടിച്ചിട്ടുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, നടക്കുമ്പോൾ ഈ ഭൂമിയിലേക്ക് ഒന്നിച്ച് ആഴ്ത്തിയവരും മനുഷ്യരിലുണ്ട്. ഇങ്ങനെയൊന്നും ജിന്നുകളെ പോക്കിയിട്ടില്ല, ഇങ്ങനെയൊന്നും കാലുകളെ നശിപ്പിച്ചിട്ടില്ല ഭൂകമ്പത്തിലല്ലാതെ. ഇത് തെറ്റിന്റെ പേരിൽ, കുറ്റത്തിന്റെ പേരിൽ അല്ലാഹു പിടിക്കുന്ന രൂപം അല്ല വിവരിക്ക. ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിയവൻ ഖാറൂൻ മുതലാളി. വമിൻഹും മൻ അഗ്റഖ്നാ, ജലപ്രളയത്തിലോ വലിയ സമുദ്രത്തിലോ മുക്കിയിട്ട് വെള്ളത്തിൽ മുക്കിക്കൊന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത, അന്ന് എല്ലാ വിശ്വാസികളും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിൽ കയറിയ വിശ്വാസികളല്ലാത്ത മുഴുവൻ പേരെയും നശിപ്പിച്ചു, മുഴുവൻ മൃഗങ്ങളെയും നശിപ്പിച്ചു. പുതിയൊരു പരിവർത്തിത ലോകം വരാൻ അല്ലാഹു കളമൊരുക്കി. ഇതില്ലായിരുന്നെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു, ലൻ യലിദൂ ഇല്ലാ ഫാജിറൻ കഫാറാ, കുരുത്തം കെട്ടവരാകും പിൻതലമുറ, കുരുത്തം കെട്ട മക്കളുടെ പിതാക്കളാകും ഇവർ. ഈ പിതാക്കളുടെ തലമുറ ബാക്കിയായാൽ ഇനി ഇവിടെ നല്ലവര് വരൂല, ശുദ്ധിയുള്ള രക്തം കിട്ടൂല, ശുദ്ധിയുള്ള ശുക്ലം കിട്ടൂല, ശുദ്ധിയുള്ള നുതുഫത്തിന് പറന്ന മനുഷ്യനെ കിട്ടൂല. അതുകൊണ്ട് റബ്ബിലാ തർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഒരാളെയും അവശേഷിപ്പിക്കരുത്. ഇത് മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും അതിൽ അല്ലാഹു കൂട്ടി. കപ്പലിൽ കയറ്റിയിട്ടുള്ള ഇണകൾ, കൂട്ടമായ മൃഗങ്ങളും പറവകളുമല്ലാത്ത ബാക്കി മുഴുവൻ നശിപ്പിച്ചു. ഇത് അല്ലാഹു ചെയ്ത നടപടിയാണ്. അല്ലാഹു പറയുന്നു, വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, ഇവിടെയൊന്നും അല്ലാഹു മനുഷ്യനെ ആക്രമിച്ചിട്ടില്ല, മനുഷ്യനോട് അല്ലാഹു അനീതി കാണിച്ചിട്ടില്ല. കാരണം മനുഷ്യൻ എന്ന നിലയ്ക്ക് നൽകിയതൊക്കെ ഇവർക്കും നൽകിയിരുന്നു. ബുദ്ധി നൽകിയിരുന്നു, ചിന്താശേഷി നൽകിയിരുന്നു, അറിവിന് മാർഗമുണ്ടാക്കിയിരുന്നു, പ്രവാചകന്മാരയച്ചിരുന്നു, പ്രവാചകന്മാരുടെ നിരന്തരമായ ഉദ്ബോധനങ്ങൾ നടന്നിരുന്നു, മുഅ്ജിസത്തുകൾ കൊണ്ട് പേടിപ്പിച്ചിരുന്നു, ശിക്ഷ വരും എന്ന് താക്കീത് ചെയ്തിരുന്നു. കൊണ്ടുവാടോ ശിക്ഷ എന്ന് നബിമാരോട് അവർ അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടു കൂടെ പറഞ്ഞു. കൊണ്ടുവാടോ ശിക്ഷ.
നേരം വെളുക്കുമ്പോഴേക്ക് കൊണ്ടുവാ ശിക്ഷ എന്ന് പറഞ്ഞ പോക്കിരികളെയാണ് അള്ളാഹു നശിപ്പിച്ചത്. ഇതാ അല്ലാഹു പറഞ്ഞത്, അള്ളാഹു അവരോട് അനീതി കാണിച്ചിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. നമ്മളോതുന്ന ഖുർആനിൽ സൂറ അൻകബൂത്തിൽ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു വിവരിക്കുന്നു, അവർ തന്നെയാണ് അവരോടക്രമം കാണിച്ചത്, സ്വന്തത്തോടക്രമം കാണിച്ചു. എന്താണ് ഇവിടുത്തെ അക്രമം? മാനവികതയെ കളഞ്ഞു കുളിച്ചു, ബുദ്ധിയെ നിരാകരിച്ചു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചു, നന്ദികേടോടുകൂടെ നിന്നോ. ഈ നന്ദികേട് അതിന്റെ മൂർധന്യത്തിലെത്തി, ധിക്കാരം അതിന്റെ മൂർധന്യത്തിലെത്തി, ദുശ്ശൈതികൾ അതിന്റെ ഏറ്റവും പ്രകടമായ ഏറ്റവും മോശപ്പെട്ട പരുവത്തിലെത്തി. ഈ അവസ്ഥയിലെത്തിയപ്പോൾ നബിമാരെ കള്ളമാക്കി ധാർഷ്ട്യം കാട്ടി കൊണ്ടുവാടോ എന്ന ഭാഷയിൽ സംസാരിച്ചപ്പോൾ ആ ധിക്കാരികളെ അള്ളാഹു പിടിച്ചു. എന്തുകൊണ്ട്? ഭൂമിക്ക് ഭാരമായി. അവർ വിദ്വാൻമാരായിരുന്നു, എഞ്ചിനീയർമാരായിരുന്നു, ലോകത്തെ വെല്ലുന്ന എഞ്ചിനീയർമാർ. കാനൂ യൻഹിതൂന മിനൽ ജിബാലി ബുയൂതാ. പർവ്വതം തുരന്നുകൊണ്ട് വീടുണ്ടാക്കാൻ കഴിയുന്നവർ, കൈകൊണ്ടടിച്ചിട്ട് വേണമെങ്കിൽ റോഡുണ്ടാക്കാൻ കരുത്തർ. പർവ്വതം തുരന്നിട്ട് വീടുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? കല്ല് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് പടുത്തു കൊണ്ടുവരാൻ. പർവ്വതം തുരന്നിട്ട് വീടുണ്ടാക്കിയ, കെട്ടിടമുണ്ടാക്കിയ, വലിയ വലിയ മതിലുകളുണ്ടാക്കിയ, ലോകാത്ഭുതങ്ങളൊക്കെ ഉണ്ടാക്കിയ വില്ലന്മാരായിരുന്നു അവർ. അവരാണ് അട്ടഹാസം ജിബ്രീലിന്റേത് വന്നപ്പോൾ ശവമായി മലർന്നടിച്ച് ഇന്നലെ പോലെയായത്, കഥാവശേഷരായത്. ഇതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അത്തരം ആളുകൾക്ക് എന്താണ് ദൗർബല്യം? അത്തരം ആളുകൾക്ക് എന്താണ് കാരണം? ബുദ്ധിയില്ല, വിവരമില്ല, അറിവില്ല. അള്ളാഹു നൽകിയ അറിവില്ല. അവരുണ്ടാക്കിയ വിവരമുണ്ട്, സാങ്കേതിക ജ്ഞാനങ്ങളുണ്ട്, ശാസ്ത്ര വിവരങ്ങളുണ്ട്, ബുദ്ധി കൊണ്ട് അവർ ഉണ്ടാക്കിയ എല്ലാ അനുമാനങ്ങളുമുണ്ട്, ഗവേഷണപരമായിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും അവർക്കുമുണ്ട്, നമ്മളെക്കാൾ കവിഞ്ഞ്. പക്ഷേ അമ്പിയാക്കന്മാരിലൂടെ കിട്ടിയ അറിവില്ല. അപ്പൊ അറിവില്ലെങ്കിൽ അല്ലാഹു ഗൗനിക്കില്ല. ഈ അറിവ്, അതാണ് മനുഷ്യന്റെ ബുദ്ധിയുടെ ഏറ്റവും വിശിഷ്ടമായ തലം, 4-ാമത്തെ മുഖം. ആ 4-ാമത്തെ തലത്തിലുള്ള ബുദ്ധി എന്ന അനുഗ്രഹം, 1-ാമത്തെ അടിസ്ഥാന തലത്തിലുള്ള മത്തുബൂആയ പ്രകൃതിപരമായ ബുദ്ധിശക്തി, ചിന്താശേഷി എന്ന സിദ്ധി, ഇതിനെ കളഞ്ഞു കുളിച്ചുകൊണ്ട് മൃഗങ്ങളെക്കാൾ തരംതാണപ്പോൾ, മൃഗീയതയിലേക്ക് പോയപ്പോൾ അള്ളാഹു അവരെ മാനിച്ചില്ല. ബുദ്ധി വളർത്തിക്കൊണ്ടുവന്നാലോ ചിന്തിക്കുന്നതൊക്കെ അറിവാകും, കാണുന്നതൊക്കെയും അറിവാകും. ഹക്കും ബാത്തിലും സ്വന്തം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ട് വിവേചിച്ചറിയാൻ പറ്റുന്ന അവസ്ഥ വരും. എങ്ങനെ? അറിവ് നേടി 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 പരിചയം വന്നിട്ട് ഹക്കായ വാക്കും ബാത്തിലായ വാക്കും വിശ്വാസം, ഹക്കായ വിശ്വാസവും ബാത്തിലായ വിശ്വാസവും, സിദ്ഖായ വാക്കും കദിബായ വാക്കും, നല്ല പ്രവർത്തനം ജമീലായ പ്രവർത്തനവും ഖബീഹായ മോശം പ്രവർത്തനങ്ങളും സ്വന്തം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ചിന്തിക്കുന്നത് സത്യമാകും, പറയുന്നത് സത്യമാകും, പ്രവർത്തിക്കുന്നത് സത്യമാകും. ഈ ബുദ്ധിയുടെ കൈത്തിരി അള്ളാഹു തന്ന നാളം, അള്ളാഹു കത്തിച്ചു തന്ന നാളം, അത് കെടുത്താതെ ഒരു മനുഷ്യൻ കൊണ്ടുയർത്തിയാൽ ആ തിളങ്ങുന്ന ബുദ്ധി കൊണ്ട് കഴിയും. മലക്കുകളെക്കാൾ ഉയരാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞ പദവി അതാണ് ഹിക്മ. അറിവിന് പേര് മാറും ഹിക്മ. കേവലം അറിവ്, നമുക്കൊക്കെ അറിവുണ്ട്. എന്താ അറിവ്? അള്ളാഹിനെ കുറിച്ച് അറിവുണ്ട്, മലക്കുകളെ കുറിച്ച് അറിവുണ്ട്, അമ്പിയാക്കളെ കുറിച്ച് അറിവുണ്ട്. അമ്പിയാക്കൾ തന്ന അറിവുകൾ നമുക്ക് എല്ലാ ദീനിയായ അറിവുമുണ്ട്. അത് സാധാരണക്കാരനും മൂല്യർക്കൊക്കെ ഉണ്ട്. മൂല്യരും സാധാരണക്കാരും തമ്മിൽ ഇവിടെ വിവേചിച്ച് വേർപെട്ട് നിൽക്കുന്നത് സമർത്ഥിച്ചു കൊടുക്കുക, വിവരിച്ചു കൊടുക്കുക എന്നറിഞ്ഞില്ലേ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഏത് സാധാരണക്കാരനും അള്ളാഹുവിന്റെ ഗുണങ്ങൾ അറിയാലോ. 20 അള്ളാഹു താലാന്റെ വാജിബായ ഗുണമറിയാത്ത സാധാരണക്കാരനില്ല. പെരിയ പണ്ഡിതനും അതിനെ കിട്ടുള്ളൂ. 20 ഗുണങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന്. വലിയ ഷെയ്ഖായി വലിയ ഔലിയായി വേറെ വിവരം കിട്ടൂല. ഏറ്റവും വലിയ വിവരം അള്ളാഹുവിന് 20 വാജിബായ സിഫത്ത്. അതിന്റെ മാറ്റങ്ങൾ അള്ളാഹു താലാക്ക് സംഭവിച്ചുകൂടാത്ത മുസ്തഹീലാണ്. ഇതിന്റെ അറിവ്. ഈ അറിവിൽ പിന്നെ വിദ്വാനും പണ്ഡിതനും സാധാരണക്കാരനും വേർപ്പെടുന്നത് എവിടെയാണ്? സാധാരണക്കാരനോട് അള്ളാഹുവിന് കുതിർത്തുണ്ട്. സംശയം ചോദിച്ചിട്ട് അവനെ സ്വിപ്പാക്കിയാൽ അവനത് തെളിയിച്ചു കൊടുക്കാൻ കഴിയില്ല, പറഞ്ഞു കൊടുക്കാൻ കഴിയൂല, മനസ്സിലാക്കി കൊടുക്കാൻ കഴിയൂല. ആയത്തോതിയിട്ടും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, ചിലപ്പോൾ ബുദ്ധി കൊണ്ടും ചിന്തിച്ചു പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. വിജ്ഞനും പണ്ഡിതനുമായ ആൾക്കോ അതൊക്കെ സാധിക്കും. ഇവിടെ മാറ്റുള്ളൂ.
അപ്പൊ അറിവ് എന്ന ആ പോയിന്റിൽ അറിയേണ്ട വിഷയങ്ങൾ അറിയുന്ന പോയിന്റിൽ അറിയേണ്ട വിഷയങ്ങളിൽ ഈമാന്റെ ഭാഗമായ അറിവാണ് ഞാൻ സംസാരിക്കുന്നത്. ഈമാനിന്റെ ഭാഗമായി അറിയൽ അനിവാര്യമായ കാര്യങ്ങളിലെ അറിവ് നമ്മൾ സാധാരണക്കാർക്കും വിശ്വാസികൾക്കും പണ്ഡിതന്മാർക്കും ഒന്നിച്ചുണ്ട്. ജാഹിൽ, വിവരമുള്ളവനും ജാഹിലും ഒക്കെ അതിൽ സമമാകും. ഈ സമമായ അറിവില്ലെങ്കിൽ നമ്മൾ വിശ്വാസിയാകൂല. ആഖിറുണ്ട്, ഹിസാബുണ്ട്, സിറാത്ത് ഉണ്ട്, മീസാൻ ഉണ്ട്, നമ്മളൊക്കെ ഒരുപോലെ തന്നെയാണ് വിശ്വസിച്ചത് അറിയുന്നത്. ഈ അറിവ് വർത്തമാനങ്ങളിലുള്ള സത്യമേതാണ്, അസത്യമേതാണ്, പ്രവൃത്തികളിലുള്ള ചന്തമേതാണ്, ചന്തമില്ലാത്തതേതാണ്, നല്ല നല്ല വിശ്വാസ കാര്യങ്ങളുടെ യഥാർത്ഥത്തിന്റെ അറിവിന്റെ യഥാർത്ഥ സത്ത സമർത്ഥിച്ചു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വിശദാംശം എന്താണ് എന്ന് ബുദ്ധി കൊണ്ട് അറിവിൽ മികച്ചു നിൽക്കുന്ന ആൾക്ക് പെട്ടെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയെത്തും. ഈ അവസ്ഥയിൽ അറിവെത്തുമ്പോ അതിന്റെ പേര് ഹിക്മ. ومن يؤت الحكمة فقد أوتي خيرا كثيرا يؤتي الحكمة من يشاء. ഹിക്മത്തിനെ അല്ലാഹു തആല നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. ومن يؤت الحكمة, ഹിക്മത്ത് ഒരാൾക്ക് നൽകിയാൽ فقد أوتي خيرا كثيرا, വമ്പിച്ച നന്മകളും നേട്ടങ്ങളും സ്ഥാനങ്ങളും അയാൾക്ക് നൽകപ്പെട്ടു. ഹിക്മ ഇത് നബിമാർക്കെല്ലാം ഉണ്ട്. ഒരു നബിക്കും ഹിക്മത്തില്ലാതില്ല. എല്ലാ നബിമാരും ഹുക്കമാ ആണ്, ഹക്കീമുകളാണ്. പക്ഷേ നബിമാരല്ലാത്തവർക്കുമുണ്ട് ഈ ഹിക്മ. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. ലുഖ്മാൻ അലൈഹിസ്സലാം നബിയാണെന്നും അഭിപ്രായമുണ്ട്. നബിയല്ലെന്ന ഭൂരിപക്ഷാഭിപ്രായം, പ്രബലാഭിപ്രായം. ലുഖ്മാൻ അലൈഹിസ്സലാമിന് നാം ഹിക്മത്ത് നൽകി. ഹക്കീമാണ് ലുഖ്മാൻ, ലുഖ്മാനുൽ ഹക്കീം എന്നാ നമ്മൾ പറയാ. നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട വിജ്ഞന്മാരിലും പണ്ഡിതന്മാരിലുമുണ്ട് അത്തരം ഹിക്മത്തുകാർ, ഹക്കീമുകൾ. അമ്പിയാക്കളുടെ താഴെ ഗ്രേഡിലുമുണ്ട് ഹുക്കമാ. ഹുക്കമാ എന്ന പദവി വിട്ടാണ് അമ്പിയാക്കന്മാരുണ്ടാകുന്നത്. അതുകൊണ്ട് നബിമാരൊക്കെ ഹിക്മത്തുള്ളവരാണ്, ഹക്കീമുകളാണ്. അതോടൊപ്പം നുബുവ്വത്തില്ലാതെ, പ്രവാചകത്വമില്ലാതെ, റിസാലത്തില്ലാതെ ഹിക്മത്ത് അള്ളാഹു നൽകുന്നവരുണ്ട്. എന്താണ് ആ ഹിക്മത്തിന്റെ അർത്ഥം? ചിന്തിക്കുന്നതൊക്കെ സത്യം, വിശ്വസിക്കുന്നതൊക്കെ സത്യം. എന്തൊരു കാര്യം അയാളുടെ മുമ്പിൽ ഇട്ടുകൊടുത്താലും അതിൽ അവൾ പറയുന്ന അഭിപ്രായം സത്യം. സത്യം പറയാ, അത് സമർത്ഥിക്കാൻ കഴിയട്ടെ കഴിയാതിരിക്കട്ടെ, സത്യമാണ് അയാൾ അറിയുന്നത്. രണ്ട് വാക്കുകൾ കേട്ടാൽ അതിലെ സത്യം വിവേചിച്ചറിയാൻ അയാൾക്ക് പറ്റും. രണ്ട് സംസാരം കേട്ടാൽ അതിൽ സിദ്ഖേത് കെദിബേതെന്ന് തരംതിരിച്ച് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വിഷയത്തിലെ പ്രവൃത്തിയിൽ എങ്ങനെ നീങ്ങണമെന്ന് അയാൾക്ക് സ്വയമായി അറിയും. ഈ അറിയുന്ന അവസ്ഥ നമ്മുടെ ബുദ്ധിക്ക്, അക്കലിന് മികച്ചു നിൽക്കുമ്പോൾ അള്ളാഹു നൽകുന്ന അറിവിന്റെ മഹത്തായ തിളക്കമാണ്. ഈ തിളക്കത്തിലേക്ക് വരെ എത്താൻ കഴിയുന്ന മനുഷ്യൻ, ഈ തിളക്കത്തിലേക്ക് പോകാൻ കഴിയുന്ന മനുഷ്യൻ അപൂർവരാൻ. അള്ളാഹു ഇത് നൽകിയാൽ വമ്പിച്ച നേട്ടം നൽകി. അതിന്റെ അംശങ്ങൾ എളിയ അളവിൽ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. നൽകിയവരിൽ നിന്നുള്ള അംശങ്ങളെങ്കിലും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ എത്തിയില്ലെങ്കിലും അടിസ്ഥാന തലത്തിലുള്ള ബുദ്ധി കൊണ്ടും മനുഷ്യൻ അള്ളാഹുവിനെ അറിയാമല്ലോ. അള്ളാഹുവിനെ അറിഞ്ഞാൽ അമ്പിയാക്കന്മാരെയും അറിയാമല്ലോ. അമ്പിയാക്കന്മാരെയും അള്ളാഹുവിനെയും അറിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെയും അഹ്കാമിനെയും അറിയാമല്ലോ. ഇതിന് മെനക്കെടാത്തത് വിവരക്കേടാണ്, ജഹലാണ്. അയാൾ എത്ര യോഗ്യനായിട്ടും ഫലമില്ല. അയാൾ വലിയ ബുദ്ധിജീവിയായിട്ട് ഫലമില്ല, വലിയ വിദ്യാസമ്പന്നനായിട്ട് ഫലമില്ല, സാക്ഷരനായിട്ട് ഫലമില്ല, ഭരണകർത്താവായിട്ട് ഫലമില്ല, തത്വജ്ഞാനിയായിട്ട് ഫലമില്ല. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പ്രപഞ്ചത്തിന്റെ നായകനെ കുറിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് അറിവില്ല, ജാഹിൽ. അയാളെ ഇസ്ലാം പറയുന്ന പേര് ജാഹിൽ. ഖുർആൻ അയാളെ വിശേഷിപ്പിക്കുന്നത് ജാഹിൽ. ജാഹിൽ എന്നല്ല, ജഹൂൽ. ഏറ്റവും വിവരക്കേടിന്റെ ആൾ, വിവരക്കേടും അറിവില്ലായ്മയും വർദ്ധിച്ചയാൾ ഏറ്റവും മോശപ്പെട്ട ജാഹിലാവും. ഇതേത് സാമാന്യ ബുദ്ധിക്കും കഴിയുന്നത് കൊണ്ടാ ഖുർആനിൽ നിരന്തരമായി ഈ ചിന്തക്ക് ബുദ്ധി ഉപയോഗിക്കാൻ അല്ലാഹു ആഹ്വാനം ചെയ്യുന്നത്. അതിന് വലിയ ബുദ്ധി വേണ്ട, വലിയ ശാസ്ത്രജ്ഞാനം വേണ്ട. ഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. നേരമ്പോൾ തെഴുന്നേറ്റ് നോക്കിയാൽ തൊഴുത്തിലോ കുറ്റിയിലോ കെട്ടിയിട്ട ഒട്ടകം കാണുന്ന അറബികളോട് അള്ളാഹു പറയുന്നു, ഏത് അറാബിക്കും പറ്റും, ഏത് പദവിക്കും പറ്റും, ഏത് കാടനും പറ്റും. അള്ളാഹു പറയുന്നത് ഒട്ടകത്തെ കണ്ടില്ലടോ, എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അതിന്റെ സൃഷ്ടിപ്പിന്റെ നിലപാടും അതിന്റെ അവയവങ്ങളുടെ നിലപാടും അതിന്റെ ജീവിതത്തിന്റെ നിലവാരവും ഒക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ?
അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാ, ആകാശത്തിലേക്ക് നോക്ക്, കൈഫ റുഫിഅത്, എങ്ങനെയാണ് ഉയർത്തപ്പെട്ട് നിൽക്കുന്നത്. ശാസ്ത്രം പഠിക്കണ്ട, ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ എത്തുന്നതിന്റെ മുൻപ് നിരക്ഷരകുക്ഷികളായ ഉമ്മിയുകളായ അറബികളോടാ അള്ളാഹു പറയുന്നത്, ആകാശത്തിലേക്ക് നോക്ക്, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. വൈലൽ അർള്, കീഴ്പോട്ട് നോക്കിയാൽ ഭൂമി കാണൂലേ, കണ്ണില്ലേ, ആ ഭൂമി എങ്ങനെയാണ് വിധാനിക്കപ്പെട്ടിരിക്കുന്നത്. ചുറ്റും നോക്ക് പർവ്വതം, വൈലൽ ജിബാലി കൈഫ നുസിബത്ത്, ചുറ്റും കാണുന്ന പർവ്വതങ്ങൾ ഭൂമിയിൽ എങ്ങനെയാണ് ഉയർത്തി നാട്ടി നിർത്തിയിരിക്കുന്നത്. ഇത് ചിന്തിക്കാൻ കഴിയാത്തവരുണ്ടോ? നിരക്ഷര സമൂഹത്തിനും പറ്റുന്ന ചിന്തയല്ലേ, അറാബികൾക്കും പറ്റുന്ന ചിന്തയല്ലേ. ആ ചിന്തക്ക് ബുദ്ധി ഉപയോഗിക്കാത്തതാണ് മുശ്രിക്കുകൾക്ക് പറ്റിയ ജഹല്. ആ ചിന്തക്ക് ബുദ്ധി ഉപയോഗിക്കാത്തതും ബുദ്ധി ഉപയോഗിച്ചത് ഈ അറിവ് നേടാത്തതുമാണ് വേദക്കാരിൽ വെച്ച് വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ കുഫറ്, ജഹല്. ഈ തരത്തിൽ അവിശ്വാസികൾക്ക് വന്ന അവിശ്വാസങ്ങളൊക്കെയും അറിവുകേടാണ്. ലം തുഖ്ലഖിസ് സമാഉ വന്നൂജൂമു والشمس معها قمر يقوم قدره هيمن قيوم والحشر والجنة والنعيم إلا لأمر شأنه عظيم. ഈമാനുള്ള ബൈത്തെന്ന്, എന്നാൽ കാഫിറായ കൽബിൽ നിന്ന് ഉയർക്കൊണ്ട കവിതയെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ച ഉമയ്യത്ത് ഇബ്നു അബി സ്വൽത്തിന്റെ കവിതയാണിത്. ഒരു സദസ്സിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ ഉമയ്യത്തിന്റെ കവിത അറിയാവുന്ന ഒരാളോട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ചൊല്ല്. നബിക്കയാൾ ചൊല്ലിക്കൊടുത്തു. നിർത്തുമ്പോൾ അള്ളാന്റെ റസൂല് പറയേ, വീണ്ടും വീണ്ടും ചൊല്ലാൻ നബി ആവശ്യപ്പെടും. ചൊല്ലി 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 ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന് ഉമയ്യത്ത് ഇബ്നു അബി സ്വൽത്തിന്റെ കവിത 150 വരികൾ ഈ സ്വഹാബി വരൻ ചൊല്ലിക്കൊടുത്തു. 150 വരികൾ. ഈ 150 വരികളിലൂടെ കഥകൾ കണ്ടിട്ടും അതിലെ തത്വജ്ഞാനങ്ങൾ കേട്ടിട്ടും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, ആമന ശൈറുഹു വകഫറ ഖൽബുഹു. ഇയാളെ കൽബ് കാഫിറാണല്ലോ, പക്ഷേ കവിതയ്ക്ക് ഈമാനുണ്ടല്ലോ. ഈമാനുള്ള കവിത, പരലോകത്തെക്കുറിച്ച് ഉമയ്യത്ത് പറഞ്ഞ കവിത, ആകാശത്തെക്കുറിച്ച് ഉമയ്യത്ത് നൽകിയ ചിന്ത, നക്ഷത്രങ്ങളെക്കുറിച്ച് ഉമയ്യത്ത് നൽകിയ ചിന്ത, ഇതൊക്കെ വിശ്വാസികളിൽപ്പെട്ട വിജ്ഞന്മാർ ചൊല്ലുന്നതിനപ്പുറമാണ്. ഒരേ ഒരു അപകടം മാത്രമേ അയാൾക്ക് പറ്റിയുള്ളൂ. വരാനിരിക്കുന്ന പ്രവാചകൻ വിവരം കൊണ്ടും അറിവുകൊണ്ടും യോഗ്യത കൊണ്ടും അജ്ഞാതമായ അറിവുകൾ കാതിലേക്ക് ഇട്ടു നൽകുന്നത് കൊണ്ടും അയാൾ തെറ്റിദ്ധരിച്ചു, ഞാനായിരിക്കും അത്, ഞാനായിരിക്കും എന്നത് അയാൾ പതുക്കെ പതുക്കെ അയാളുടെ ഗോത്രത്തിൽ പറഞ്ഞു പരത്തുകയും ചെയ്തു. സഖീഫ് ഗോത്രത്തിലെ പെണ്ണുങ്ങളൊക്കെ ഇയാൾ നബിയാണെന്ന് പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു നബിയുടെ സ്ഥാനവും പദവിയും ബഹുമതിയും അയാൾക്ക് നൽകിക്കൊണ്ടിരുന്നു. ഇത് ഇനി മുഹമ്മദിന്റെ കൂടെ ഞാൻ കൂടിയാൽ നഷ്ടപ്പെടുമല്ലോ എന്നോർത്തുകൊണ്ട് കാഫിറായ ആളാണ് ഉമയ്യ. അബൂ സുഫിയാൻ മുഹമ്മദ് ഹക്കലല്ലേ എന്ന് ചോദിച്ചപ്പോ ഉമയ്യത്ത് പറഞ്ഞിട്ടുണ്ട്, അതെ, ഇത്തബിഉഹു ഫഇന്നഹു അലൽ ഹഖ്, പിൻപറ്റിക്കോ അബൂ സുഫിയാനെ, മുഹമ്മദ് സത്യത്തിന്റെ മേലാണ്, മുഹമ്മദ് നബിയാണ്. എന്നാൽ അങ്ങെന്താണ് വിശ്വസിക്കാത്തത്? അങ്ങെന്തുകൊണ്ടാ വിശ്വസിക്കാത്തത്? ഉമയ്യത്തിനോട് അബൂ സുഫിയാന്റെ ചോദ്യം. ഉമയ്യത്ത് പറഞ്ഞു, ഞാനും വിശ്വസിച്ചിരുന്നു. ലൗലസ്തിഹ്യാഇ മിൻ നിസാഇ സഖീഫ്, സഖീഫ് ഗോത്രത്തിലെ പെണ്ണുങ്ങൾ ഞാൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ഇന്നും അവർ ഞാൻ നബിയാണെന്ന വിചാരത്തിലാണ്. ഞാൻ അവരുടെ കൂട്ടത്തിൽ ചെന്നാൽ ഒരു നബിയോടുള്ള ആദരവും ബഹുമാനവുമാണ് എന്നോടവർക്ക്. അത് ഇനി നഷ്ടപ്പെടുമല്ലോ എന്ന നാണമാണ് ഞാൻ മുഹമ്മദിനെ പിൻപറ്റുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ എന്നെ നിർബന്ധിക്കുന്നതെന്ന് പറഞ്ഞ ഉമയ്യത്തിന്റെ കവിതയാണ്. ആകാശത്തെ പടക്കപ്പെട്ടത്, നക്ഷത്രത്തെ പടക്കപ്പെട്ടത്, സൂര്യനെ പടക്കപ്പെട്ടത്, നിലനിന്ന് വരുന്ന ചന്ദ്രനെ പടക്കപ്പെട്ടത്, ഖദ്ദറഹു മുഹൈമിനും ഖയ്യൂമോ, സ്വന്തം നിലനിൽപ്പുള്ള മുഹൈമിനായ അല്ലാഹു തആലായ നിശ്ചയിച്ചു വന്നിട്ടുള്ള കൃത്യമായ അളവിൽ തന്നെ അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി പരലോകത്ത് ചെല്ലുമ്പോ ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നതും സ്വർഗത്തിലേക്കും അനുഗ്രഹത്തിലേക്കും അവരെ കൊണ്ടുപോകുന്നതുമൊക്കെ ഇല്ലാലി അംരിൻ ശഅനുഹു അദീമു, മഹത്തായ ലക്ഷ്യങ്ങളോടെയാണ്. ഖയ്യൂമായ അല്ലാഹു തആല മഹത്തായ ലക്ഷ്യങ്ങളോടെ ചെയ്തതാണ്. ഇതേത് സാമാന്യ ബുദ്ധിക്കും മനസ്സിലാക്കാ. തിളങ്ങുന്ന താരങ്ങളെ കണ്ടാൽ
ഭൂമിയിലെ കട്ടി കണ്ടാൽ, ഭൂമിന്റെ നിലപാട് കണ്ടാൽ, കോടാനുകോടി ആടുകളെ അടക്കം ചെയ്തിട്ടും, കോടാനുകോടി ആളുകൾ ചാടിക്കളിച്ചിട്ടും, കോടാനുകോടി BCGകളും യന്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ കൊത്തിക്കളിച്ചിട്ടും, മലകൾ ഇടിച്ചു താഴ്ത്തിയിട്ടും, മണലുകൾ പുഴയിൽ നിന്ന് വാരിക്കോരി കൊണ്ടുപോയിട്ടും, എന്തെല്ലാം ചെയ്തിട്ടും നശിക്കാതെ നിൽക്കുന്ന ആകാശം അള്ളാഹു നിലനിർത്തുകയാണെന്നും ഇതിന് പിന്നിൽ ഒരു ശക്തിയുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധിയുണ്ടോ? ഉണ്ട്. അതാണ് വിവരം കെട്ട ബുദ്ധി. അല്ലെങ്കിൽ വിവരമുള്ള ബുദ്ധിയിൽ നിന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിട്ട്, അറിഞ്ഞിട്ട്, മനസ്സിലാക്കിയിട്ട്, സത്യം ബോധ്യപ്പെട്ടിട്ട് കുരുട്ടുകൊണ്ട് സമ്മതിക്കാത്തത്. ഇതും നന്ദികേടാണ്. ഈ നന്ദി കെട്ടവരെയാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ വിളിച്ചത്. മനുഷ്യനെ അല്ലാതെ അള്ളാഹു ശകാരിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. ഖുതിലൽ ഇൻസാൻ മാ അക്ഫറ. മനുഷ്യൻ അഭിശബ്ദനാണ്. മനുഷ്യൻ എത്ര അഭിശബ്ദനാണ്. മാ അക്ഫറ. അവൻ ഇങ്ങനെ നന്ദി കെട്ടവൻ എങ്ങനെയായി? എങ്ങനെ അവനിങ്ങനെ നന്ദി കെട്ടവനാകാൻ കഴിഞ്ഞു? ഇവിടെ മനുഷ്യൻ എന്നാൽ ഞാനും നിങ്ങളുമല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മൾ അതിൽ പെടരുത്. കാഫിറാൻ.